Students and Valanjeri Roads call to order. ഇന്ന് 972 സെഷൻ നമ്പർ 972. നമ്മുടെ പ്രിയങ്കരിയായ അംബിക ടീച്ചറാണ് ഇന്നത്തെ ട്രെയിനർ. ഇന്ന് വെൽക്കം സ്പീച്ചിനായിട്ട് JCA ആറ്റിങ്ങലിന്റെ ചാപ്റ്റർ പ്രസിഡന്റ് ഷിനുവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Thank you, Chairman. Thank you for the privilege. Good morning, all. ഇന്നത്തെ കോഫി ടോക്കിലെ 972 നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ നമ്മുടെ ചെയർമാനെ എത്തിയിട്ടുള്ള നമ്മുടെ ജ്യേഷ്ഠ തുല്യനും നമ്മുടെ ഇതിനകത്ത് മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള മനോജ് സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമുക്കൊരു ട്രെയിനിങ് ഇന്ന് എടുക്കാനായിട്ട് വന്നിട്ടുള്ള നമുക്ക് എല്ലാവർക്കും പരിചിതമായ നമ്മുടെ അംബിക മാഡമാണ്. അംബിക മാഡത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന 2 യെല്ലോ പ്രസിഡന്റുമാരുണ്ട്, നിതിൻ നാരായൺ അതുപോലെ തന്നെ ജിനി സാംസൺ. ഇവർ രണ്ടുപേരും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മെയിൻ പില്ലേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആണ്. ആ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ശ്രീ സാർ, രേഖ മാഡം അതുപോലെ തന്നെ മുജീബ് സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മൾ ഈ പ്രോഗ്രാമിന് ഈ 972 ഈ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നമ്മൾ എത്തിച്ചു തന്ന ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഹിഷാം സാറാണ്. ഹിഷാം സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മൾക്ക് ഈ എല്ലാ ദിവസവും ഈ പോസ്റ്റർ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന് വളരെ തിരക്കിട്ടുള്ള സമയത്ത് കൂടി ഇതിന്റെ കൂടെ നമ്മളൊപ്പം എല്ലാ ദിവസവും ഒരു ഉപേക്ഷയും വരുത്താതെ എല്ലാ രീതിയിൽ സഹകരിക്കുന്ന ഉസ്മാൻ സാറിനെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഏതൊരു പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് അതിന്റെ പാർട്ടിസിപ്പേഷനാണ്. ഈ 972 ദിവസം നമ്മളൊപ്പം സഞ്ചരിച്ച നമ്മളെ ഈ വിജയത്തിന് പിന്തുണ നൽകിയ നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ രീതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു JC ഷിനു ഒരു JCI പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു വെൽക്കം സ്പീച്ച് തന്നെയാണ് പറഞ്ഞത്. എല്ലാവരും ചേർത്ത് നിർത്തിയിട്ട് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. ഷിനു, കൺഗ്രാജുലേഷൻ. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ നമ്മുടെ ട്രെയിനറെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും നമ്മുടെ ഈ ഫ്ലോറിലുണ്ടാവും. വളരെ സൂക്ഷ്മമായി ഓരോ ട്രെയിനിങ് പ്രോഗ്രാമുകളും ഒബ്സർവ് ചെയ്തിട്ട് നല്ല ശരിയായ ഒരു ഫീഡ്ബാക്ക് പറയാൻ കബീർ സാറിനെ പോലെ തന്നെ അംബിക ടീച്ചർ മുന്നിലാണ്. അപ്പോ ടീച്ചറുടെ ഇന്നത്തെ ടോപ്പിക് സൈക്കോ ഓൺകോളജി, അതായത് ക്യാൻസർ രോഗികളുടെയും അവരുടെ പരിചാരകരുടെയും മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് സൈക്കോ ഓൺകോളജി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും റിട്ടയർഡ് പോളിടെക്നിക് ലെക്ചറുമായ നമ്മളുടെയൊക്കെ പ്രിയങ്കരിയായ അംബിക മാമിനെ സ്നേഹപൂർവ്വം ഈ ഫ്ലോറിലേക്ക് ക്ഷണിക്കുന്നു. മാം, ദ ഫ്ലോർ ഇസ് യുവേഴ്സ്. താങ്ക് യു സാർ. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സാറേ? ചെയ്യാൻ പറ്റുമല്ലോ, മാഡത്തിന് തന്നെ പറ്റും. ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ടല്ലോ. ഞാൻ പറയാമേ. വരുന്നുണ്ട്. വന്നോ സാറേ? വന്നിട്ടുണ്ട്. ഓക്കെ. താങ്ക് യു മനോജ് സാർ, പിന്നെ ഷിനു സാർ, എല്ലാവരും ഒരു നല്ലൊരു ഇൻട്രോ പറഞ്ഞ ഷിനു സാറിന്. പിന്നെ മനോജ് സാറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്താണെന്ന് വെച്ചാല് വളരെ ഫ്രണ്ട്ലി ആണ്. അന്നത്തെ നമ്മുടെ വിമല മാമിന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഫീഡ്ബാക്ക് പറയണമെന്ന്, അന്ന് എനിക്ക് പറ്റിയില്ല. അപ്പൊ അന്നത്തെ ഒരു ഐക്കൺ പോലെ നമ്മുടെ ഫ്ലോറിൽ എല്ലാവരും ഫോക്കസ് ചെയ്ത ഒരാളാണ് മനോജ് സാർ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയുള്ള ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട് എന്നുള്ളതിൽ വളരെയധികം മനോജ് സാറിനെ അഭിമാനിക്കാൻ സന്തോഷം. അപ്പൊ എപ്പോ എന്ത് പറഞ്ഞാലും ഓക്കെ മാം എന്ന് പറയുന്ന ഒരു സാറ് കൂടിയാണ്, മറക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ കോർഡിനേറ്റേഴ്സും ഉസ്മാൻ സാറിനെ കുറിച്ചിട്ടൊക്കെ പറയാൻ വാക്കുകളില്ല, കാരണം പോസ്റ്റർ ഉണ്ടാക്കി തരുന്നു മുജീബ് സാറ്, പിന്നെ രേഖ മാം, ഇങ്ങനെ കുറെ കോർഡിനേറ്റേഴ്സിനാണ് എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് എന്നെ കേൾക്കാൻ എന്റെ ഒരു ചെറിയ സെഷൻ, അപ്പൊ ഇത് ഞാൻ എടുത്തത് തന്നെ ഇത് നമുക്ക് ഇതിനകത്തൊന്ന് പ്രാക്ടീസ് ചെയ്യാം, അതിന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പൊ ഓരോ സെഷൻസ് എടുക്കുമ്പോഴും നമുക്ക് കുറച്ച് പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി എടുത്ത ഒരു സെഷൻ കൂടിയാണ്
അപ്പൊ എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അനുഭവങ്ങൾ, ഇപ്പൊ ഞാനിതിപ്പോ സാറ് പറഞ്ഞ മാതിരി ക്യാൻസറും അതിനെ സംബന്ധിച്ചുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അധികം പറയാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ഫീഡ്ബാക്സ്, ഒരുപാട് കേസസ് ഉണ്ടാവും, നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പൊ അതെല്ലാം ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ അതും നമുക്കൊരു അനുഭവമായിരിക്കും. അടുത്ത സെഷനിൽ നമുക്കത് ചൂണ്ടിക്കാണിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാനിതൊരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തതാണ്. അപ്പൊ അതിൽ നിന്നാണ് എനിക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടിയത്. കൊള്ളാലോ, ഇത് എല്ലാവരോടും പറയാൻ പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിത് എടുത്തത്. അപ്പൊ ഓക്കെ, ഞാനിപ്പം അതെടുക്കാൻ 1-2 കാര്യങ്ങളും കൂടിയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ അടുത്ത 3 റിലേറ്റീവ്സ് ആണ് ഈ ക്യാൻസർ മൂലം മരണമടഞ്ഞത്. അപ്പോഴൊന്നും ഞാൻ ഇങ്ങനെ ഒരു സൈക്കോ ഓങ്കോളജി എന്നുള്ള ഒരു സെഷനൊന്നും അറ്റൻഡ് ചെയ്യാത്തൊരു സമയത്താണ്. അപ്പൊ ഞാൻ അവരുടെ ഒരു മാനസിക നില എങ്ങനെയായിരുന്നു, ഇതൊന്നും നമുക്ക് വലിയ അവയർനെസ് ഒന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവർക്ക് വേണ്ട പറഞ്ഞുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടിയോ എന്ന് ഇപ്പൊ ചിന്തിക്കുമ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അങ്ങനെ ഒരു മോശം സപ്പോർട്ട് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു എവരി വൺ. അപ്പൊ ഞാൻ എല്ലാവരെയും ഗുഡ് മോർണിംഗ് ടു എവരി വൺ, എല്ലാവരുടെയും സ്നേഹവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ സൈക്കോ ഓങ്കോളജി, അത് മനോജ് സാർ പറഞ്ഞു, അതായത് ഒരു ക്യാൻസർ പേഷ്യൻസിന്റെ ഇമോഷണൽ ജേർണി അല്ലെങ്കിൽ അവരുടെ വൈകാരികവും മാനസികവുമായ നില എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ ഒരു കൗൺസിലർക്ക് സാധിക്കണം. അതാണ്, ആ ഒരു ജേർണിക്കാണ് നമ്മൾ ഈ സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഓങ്കോളജി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അത് സ്റ്റഡി ഓഫ് ക്യാൻസർ, ഡയഗ്നോസിസ്, അതിന്റെ ട്രീറ്റ്മെന്റ്, അതിന്റെ പ്രിവെൻഷൻ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെഡിസിന്റെ ഒരു ശാഖയാണ് ഓങ്കോളജി. നമ്മൾ എവിടെ പോയാലും ഏത് ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ നമ്മൾ ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കാണാറുണ്ട്. അത് നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ഇമോഷൻ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ഇമോഷണൽ ജേർണിയാണ്. മനസ്സിനൊപ്പം, അതായത് മരുന്നിനൊപ്പം മനസ്സും, അതാണ് ഇതിന്റെ ഒരു മോട്ടോ തന്നെ. അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കും, എല്ലാവരും ഡിസീസിന് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ ഇത്തരത്തില് അവർക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ടോ, നമുക്ക് അതിനെ കുറിച്ചൊന്ന് നോക്കാം. അപ്പൊ മരുന്നും മനസ്സും, അതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം തന്നെ. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്കറിയാം, എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, അപ്പൊ ഞാനിപ്പം റിട്ടയർഡ് ആണ്. അപ്പൊ എൻ്റെ ഒരു ഏജ് ഉണ്ടല്ലോ. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ഇങ്ങനെ ക്യാൻസർ ഒന്നും അധികം കേട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ക്യാൻസർ ഉണ്ടോ എനിക്കറിയില്ല. അപ്പൊ ഇപ്പം നമ്മള് റാപ്പിഡായിട്ട് നമ്മുടെ ക്യാൻസർ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ റീസൺസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ, നിങ്ങൾക്കും അറിയാം. അപ്പൊ ഞാനൊരു വേറൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുകയാണ്. നമ്മുടെ ക്യാൻസർ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വ്യക്തിത്വമുണ്ട്. അത് VP ഗംഗാധരൻ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം പറയുന്നത്, നമ്മളുടെ ഈ ആളുകളെ നമുക്ക് 2ആയി തരംതിരിക്കാം. ഒന്ന് ക്യാൻസർ സർവൈവേഴ്സ്, മറ്റേ ഭാഗം എന്ന് പറഞ്ഞാൽ ക്യാൻസർ വരാൻ സാധ്യതയുള്ളവർ. അപ്പോ ക്യാൻസർ സർവൈവേഴ്സും ക്യാൻസർ വരാൻ സാധ്യതയുള്ളവരും മാത്രമാണ് ഇന്നുള്ളത്. അപ്പൊ നമുക്കതിന്റെ ആ ഒരു സിവിയർനെസ് എത്രയാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ക്യാൻസർ വരാം, നമ്മളത് പ്രതീക്ഷിക്കണം. അതേ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഗംഗാധരൻ സാർ പറഞ്ഞത്. അത് ഞാനിവിടെ കോട്ട് ചെയ്ത് പറയുന്നു. നമ്മൾ എല്ലാവരും ഇതിന് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൽക്കഹോള്, അൺഹെൽത്തി ഡയറ്റ്. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി നമ്മുടെ കൊച്ചിയിലൊക്കെ എല്ലാവർക്കും നൈറ്റ് ലൈഫാ. പോയിട്ട് ജങ്ക് ഫുഡ് കഴിക്കുക, എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, അതൊന്നും അവർക്ക് യാതൊരു അവയർനെസ്സും ഇല്ല. നമ്മൾ നാച്ചുറൽ ഫുഡ് കഴിച്ചിരുന്ന കാലത്ത് ഇത്ര അധികം ക്യാൻസർ ഉണ്ടായിരുന്നോ? ഇതൊക്കെ നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. ഒബീസിറ്റി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ആരും എക്സസൈസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ച് ഞാൻ പറയാണ്, ഞാനൊരു 10-20 വർഷമൊക്കെ ആയിട്ട് എക്സസൈസ് എൻ്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടുപോകുന്ന ഒരാളാണ്. അത് ക്യാൻസറിനെ
ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ എല്ലാ അസുഖത്തിനും നല്ലതാണ്. അപ്പൊ ഞാൻ എപ്പോഴും യങ് ആയിട്ടുള്ള എസ്പെഷ്യലി ലേഡീസ്, ഇപ്പൊ ജെൻസി ആയിട്ടുള്ള ലേഡീസ് ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോട് ഞാൻ എപ്പോഴും പറയും, നമുക്ക് മുട്ടുവേദന, പേശിവേദന, ഇങ്ങനെ ഒരുപാട് പെയിനാണ്. ഇപ്പൊ എന്റെ ഏജിലുള്ളവരെല്ലാം, ഞാനിപ്പോ ഇതുവരെ, ഞാൻ അഹങ്കാരം പറയല്ല, വലുതായിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അത് എൻ്റെ ഒരു എക്സസൈസ് മൂലമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, അപ്പൊ ഞാൻ എന്താ പറയുക, ഏജ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ഞാനൊരു എൻ്റെ 60 കഴിഞ്ഞ് ഇപ്പൊ 61ലേക്ക് വന്ന് നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അങ്ങനെ കരുതിയാൽ മതി. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാ. അപ്പൊ നമ്മള് ഈ സമയം എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ ഉള്ളൂ. വിമല ടീച്ചർ പറയുന്ന മാതിരി സമയം അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കണം. എസ്പെഷ്യലി എൻ്റെ ചേച്ചിയുടെ മക്കളോടായാലും അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, ഞങ്ങൾക്ക് സമയമില്ല. അപ്പൊ അങ്ങനെ പറയരുത്. നമ്മൾ നമ്മുടെ ബോഡിയെ കെയർ ചെയ്യണം. നമ്മൾ ഒരു കുറച്ച് സമയം നമ്മൾ എക്സസൈസിനും യോഗ, മെഡിറ്റേഷൻ എന്തും ആയിക്കോട്ടെ, ഇതിനൊക്കെ നമ്മൾ കുറച്ച് സമയം നീക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഹെൽത്തി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമുക്കറിയാം എൻവയോൺമെന്റൽ പൊല്യൂഷൻ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം പൊല്യൂട്ടഡ് ആണ്. കണ്ടാമിനേറ്റഡ് ഫുഡ്, കണ്ടാമിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ, പെസ്റ്റിസൈഡ്സ്. നമുക്ക് പറയാം കുട്ടനാട്ടിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു സീ ലെവലിന് താഴെ കിടക്കുന്ന ഏരിയയിലൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടും കെമിക്കൽസിന്റെയൊക്കെ അതിപ്രസരം മൂലം അവിടെയും ക്യാൻസർ വളരെ അധികം കൂടിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ ഹെവി മെറ്റൽ എക്സ്പ്ലോഷർ, അതുപോലെ ഏജിങ്. നമ്മൾക്കിപ്പോ ലോഞ്ചെവിറ്റി കുറച്ചും കൂടി വയസ്സായവർക്ക് കുറച്ചും കൂടി ലോഞ്ചെവിറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കുറയുന്നുണ്ട്. അതുപോലെ ജീൻസിന്റെ പ്രശ്നവും വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ വയസ്സായവരിലും ക്യാൻസർ വരാനുള്ള സാധ്യത അധികമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇതൊക്കെ ജനറലൈസ് ചെയ്ത് പറയുന്നുള്ളൂ. എന്തായാലും ഡോക്ടർ ജിമ്മി സി ഹോളണ്ട് എന്ന് പറയുന്ന ഒരു സൈക്കാട്രിസ്റ്റ് ഫ്രം അമേരിക്കയാണ്. ഇവര് അമേരിക്കയിലുള്ള ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ഇപ്പോ ഇദ്ദേഹം ഇല്ല, അല്ലെങ്കിൽ ഈ ഡോക്ടർ ഇപ്പൊ ഇല്ല. അവരാണ് മദർ ഓഫ് സൈക്കോ ഓങ്കോളജി എന്ന് പറയപ്പെടുന്നത് തന്നെ. അപ്പൊ സൈക്കോ ഓങ്കോളജി ഞാൻ പറഞ്ഞല്ലോ, ക്യാൻസർ പേഷ്യന്റിന്റെ വൈകാരികവും മാനസികവുമായ ആരോഗ്യനില സ്റ്റഡി ചെയ്ത് അവർക്ക് നമ്മൾ വേണ്ടത്ര സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെ. അപ്പൊ ഈ സൈക്കാട്രി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മീൻസ് ഓങ്കോളജി എന്ന് പറയുമ്പോൾ, ക്യാൻസർ പേഷ്യൻസിന് മെഡിസിൻ മാത്രം പോരാ, സൈക്കാട്രിയും സൈക്കോളജിയും ആവശ്യമാണ് എന്ന് ആദ്യമായി പറഞ്ഞത് ഈ ഡോക്ടറാണ് ഫ്രം അമേരിക്ക. അപ്പൊ ഈ സൈക്കാട്രിസ്റ്റ് ആണ് ആദ്യമായി സൈക്കോ ഓങ്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് 1970-ലാണ്. നമുക്കറിയാം എല്ലാ ഹോസ്പിറ്റൽസിലും കൗൺസിലേഴ്സ് അവൈലബിൾ ആണ്, എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. പക്ഷെ ഈ സൈക്കോ ഓങ്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. വളരെ കുറച്ച് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. അപ്പൊ എന്തായാലും സൈക്കോ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അവർ ക്യാൻസറിനെ കുറിച്ച് അവെയർ ആയിരിക്കും. ഒരു പേഷ്യന്റ് ഈ സൈക്കോ ഓങ്കോളജിസ്റ്റിനോട് വന്ന് ചോദിക്കും, എന്താണ് എനിക്ക് ആ സിംറ്റംസും ആ ഒരു ക്യാൻസറിനെ കുറിച്ചും അവർ അറിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ആ പേഷ്യന്റിന്റെ ഇമോഷണൽ ലെവൽ എത്രത്തോളം ഉണ്ട്. ഇതൊരു ത്രെട്ടണിങ് ഡിസീസ് ആണ്. നമ്മൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെർമിനൽ ഡിസീസ് പോലെ ആകാം, നമ്മുടെ ലൈഫിന് ത്രെട്ടായിട്ടുള്ള ഒരു ഡിസീസാണ്. അപ്പൊ അവർക്കുണ്ടാവുന്ന ഇമോഷൻസ് സ്റ്റഡി ചെയ്ത് അതിനെ കുറിച്ച് വിശകലനം ചെയ്തവരാണ് ഈ സൈക്കോ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൗൺസിലേഴ്സിന് ഇത് ചെയ്യാൻ കേട്ടോ, നമ്മളെല്ലാവരും കൗൺസിലേഴ്സ് ആണ്. ഇപ്പൊ വീട്ടില് നമുക്ക് ആർക്കെങ്കിലും ഒരു ഡിസീസ്, ഇത്തരത്തിലൊരു ഡിസീസ് വരുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ സ്പൗസസ് ആയാലും ഹസ്ബൻഡ് വൈഫ് ഒക്കെ ആയാലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കൗൺസിൽ ആവശ്യമാണ്. അപ്പൊ ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫീഡ്ബാക്ക് ഇപ്പം ഏറ്റവും ലാസ്റ്റ് എല്ലാവരുടെയും കേസസ്, അനുഭവങ്ങൾ പറയണം കേട്ടോ. അപ്പൊ ക്യാൻസർ ഡസ് നോട്ട് ഹാപ്പൻ ടു എ ബോഡി. ഒരു ബോഡിക്ക് മാത്രമല്ല ക്യാൻസർ വരുന്നത്, അത് ബോഡിക്ക് മാത്രമല്ല, ഇറ്റ് ഹാപ്പൻസ് ടു ദ പേഴ്സൺസ് മൈൻഡ്, ഫാമിലി ആൻഡ് ലൈഫ് ഹിസ്റ്ററി എല്ലാത്തിനെയും എഫക്ട് ചെയ്യും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു രീതി അല്ലെങ്കിൽ നിലവാരം തന്നെ മാറിപ്പോകുന്ന ഒരു ഡിസീസാണ് ക്യാൻസർ. അതുകൊണ്ട് സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റിന്റെ ഒരു ഹെൽപ്പ് ഈ ഒരു ഫീൽഡിൽ വേണം എന്ന് ആദ്യമായി പറഞ്ഞത് ഈ ഡോക്ടർ ജിമ്മി സി ഹോളണ്ട് ആണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അപ്പൊ സൈക്കോ ഓങ്കോളജി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇതൊരു ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയാണ്. അപ്പൊ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. അതുപോലെ സൈക്കോളജി, ഈ സൈക്കോ
ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. അത് സ്റ്റഡി ചെയ്യുന്നത് അവരുടെ മാനേജിങ് ഈ ഓങ്കോളജി പേഷ്യന്റ് അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് മാനസികവും വൈകാരികവും ബിഹേവിയറലും സോഷ്യലും ഒക്കെ ആയിട്ടുള്ള അവരുടെ നിലയെ അല്ലെങ്കിൽ അവർക്കൊരു വേണ്ട അത് അറിഞ്ഞ് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നവരാണ് ഈ സൈക്കോ ഓങ്കോളജിസ്റ്റുമാര്. അങ്ങനെ അവർക്ക് അവരുടെ ഇമോഷണൽ സപ്പോർട്ടിനെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ സൈക്കോ ഓങ്കോളജി എന്നൊരു വാക്ക് തന്നെ വന്നത്. അപ്പൊ ഓക്കെ, അത് എന്തൊക്കെയാണ് അതിന്റെ ഗോൾസ്? ഇംപ്രൂവ് ഇമോഷണൽ വെൽബീയിങ്. ഓരോ പേഷ്യൻസിന്റെയും അവരുടെ ഇമോഷൻസിന്റെ അവരുടെ വൈകാരികവുമായ അവരുടെ ശക്തി അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതിന് കൂട്ടു നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഇമോഷണൽ വെൽബീയിങ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യുക, അതും ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. ട്രീറ്റ് ദ പേഴ്സൺ നോട്ട് ജസ്റ്റ് ദ ഡിസീസ്. ഒരു പേഴ്സണെ മൊത്തമായിട്ട് എടുക്കുക. ആ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ക്യാൻസർ വന്നു ആ ഭാഗം മാത്രമല്ല ട്രീറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം ആ പേഴ്സന്റെ മനസ്സ് അതും കൂടി ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനും കൂടി ചികിത്സ വേണം എന്നാണ് ഈ സൈക്കോ ഓങ്കോളജി പറഞ്ഞു വെക്കുന്നത്. അപ്പോ ഇത് എവിടെയൊക്കെയാണ് ഇതിന്റെ ഫോക്കസ് ഏരിയ എന്ന് നോക്കാം. ആദ്യമായിട്ട് പേഷ്യന്റ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. അവർക്ക് ഫിയർ ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും, ഡിപ്രഷൻ ഉണ്ടാവും. അപ്പൊ അതൊക്കെ അതിനൊരു സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ പേഷ്യന്റ് സപ്പോർട്ടാണ് ആദ്യം. രണ്ടാമത് വരുന്നത് ഫാമിലിയും ഈ പേഷ്യന്റിന്റെ അടുത്ത് നിൽക്കുന്നവർ തന്നെ, അവർക്കും ഇത്തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമാണ്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങള്, എനിക്ക് ഇപ്പൊ ഒരു കാര്യം ഓർമ്മ വന്നു, ഒരുപാട് അനുഭവങ്ങളുണ്ട് കേട്ടോ. അന്നൊന്നും എനിക്കിതിനെ കുറിച്ച് അറിയില്ല. ഞാൻ എൻ്റെ സർവീസിലിരിക്കുമ്പോ ഒരു കുട്ടി, ഒരു 10-18 വയസ്സൊക്കെ ഉള്ള മോനാണ്. അവൻ ഇവിടെ വന്നിട്ട് അവൻ ക്ലാസ്സിൽ ഭയങ്കര വികൃതിയാണ്. എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി എല്ലാം ജോക്കൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു മോനാണ്. അവൻ പെട്ടെന്ന് ഒരു ദിവസം ഗ്ലൂമിയായി. എന്താണ് അവനിങ്ങനെ ഇങ്ങനെ ഡെസ്കിൽ ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് കുട്ടി എന്ന് ചോദിച്ചപ്പോ ഒന്നുമില്ല മാം. പിന്നെ അവൻ ചിരിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ ഫ്രണ്ട്സ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാം അവന്റെ അച്ഛൻ ഇങ്ങനെ സിറോസിസ് ആണ്, ഇത്തിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ഇതങ്ങ് കേട്ട വഴി ഈ കുട്ടി പെട്ടെന്ന് അവന്റെ ഇമോഷൻസ് അങ്ങോട്ട് മാറി എന്നുള്ളത്. അവൻ അവിടെ കമന്ന് കിടന്ന് അങ്ങോട്ട് കരഞ്ഞു. അപ്പൊ ഞാൻ വെച്ചാൽ എന്തോരം ട്രോമയാണ് ഈ കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അപ്പൊ ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ പേഷ്യന്റിനെ മാത്രമൊന്നുമല്ല, ആ ഫാമിലിയെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ഒക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സപ്പോർട്ട് ക്യാൻസർ പേഷ്യന്റിനൊപ്പം ഈ കെയർ ഗീവേഴ്സിനും ഫാമിലിക്കും എല്ലാം കൊടുക്കണം എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഹോൾ പേഴ്സൺ ഹെൽത്ത്, അത് അവരുടെ ട്രീറ്റ്മെന്റ്, കൃത്യമായ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. അവരെ കോപ്പിംഗ് സ്കിൽസ് അല്ലെങ്കിൽ അവർ അതുമായി ഒത്തുപോകാൻ അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് കൂടുതൽ ശക്തി നൽകുക എന്നതാണ് സൈക്കോ ഓങ്കോളജിയുടെ ഒരു ഉദ്ദേശം തന്നെ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊക്കെ കൗൺസിലേഴ്സ് ആകുമ്പോൾ എല്ലാവരും കൗൺസിലേഴ്സ് തന്നെയാണ്. പാരന്റ്സ്, റിലേറ്റീവ്സ്, സ്പൗസസ് എല്ലാവർക്കും നമുക്ക് കൗൺസിലേഴ്സ് ആവാം കേട്ടോ. ഒരു സൈക്കോ ഓങ്കോളജിസ്റ്റ് തന്നെ എല്ലായ്പ്പോഴും പ്രസന്റ് ആയിക്കൊള്ളൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നൊന്ന് നോക്കാം. ഇപ്പോ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ ഇന്ററാക്ഷനിലേക്ക് ഒരുപാട് പോകാത്ത സമയത്തിന്റെ ഒരു എത്രയാവും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഒരു വേർഡ് കേൾക്കാണ്, വാട്ട് ഈസ് ക്യാൻസർ എന്ന് നമുക്ക് കേട്ടു എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ഡയഗ്നോസിസ് ചെയ്തിട്ട് ക്യാൻസർ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇമോഷൻ എന്താണ്? ആദ്യമായി നമുക്കുണ്ടാകുന്ന ഇമോഷൻ എന്താണ്? ആരെങ്കിലും ഒരാളൊന്ന് പറയാമോ? അത് ചാറ്റ് ചെയ്താലും മതി. എന്തായിരിക്കും നമുക്കുള്ള ഇമോഷൻ ഉണ്ടാവുക? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയുമോ? വളരെ പേടിപ്പെടുത്തുന്ന ഒരു ഓക്കെ, കറക്റ്റ് സാറേ, വളരെ ശരിയാണ്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. അപ്പൊ എല്ലാവർക്കും ക്യാൻസർ എന്ന് ഡയഗ്നോസിസ് ചെയ്താൽ ഉടനെ വരുന്നത് നമുക്കറിയാം, ഭയങ്കര ഷോക്കായിരിക്കും അല്ലെ? നമ്മളങ്ങ് ഷോക്കായി പോകുമെന്നുള്ളത്. അപ്പൊ ആദ്യം പിന്നീട് വരുന്നത് ഡിനയലാണ്. ഞാനൊക്കെ മെന്റലി പ്രിപ്പയർഡ് ആണ്. താങ്ക് യു സാർ. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഞാന് അല്ല കേട്ടോ, ഞാനിപ്പോ ക്യാൻസർ എന്ന് കേട്ടാൽ ഞാനിപ്പോ സൈക്കോളജിസ്റ്റ് ആണ് എന്നൊക്കെ പറയാതെ എനിക്ക് ഇമോഷണലി എത്ര ബലം ഉണ്ടാവുമെന്ന് കണ്ടറിയണം.
ഞാൻ തകർന്നു പോകും എന്നുള്ളതാണ് ഞാൻ എനിക്ക് എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചത്. പക്ഷെ ഞാൻ സ്റ്റഡി ചെയ്യാം, നമുക്കത് ഓവർകം ചെയ്യാൻ, എന്തും ഫേസ് ചെയ്യാൻ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണമല്ലോ. രജിസ്ട്രാറിന്റെ പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പോ പിന്നെ പറയാം, ഡിനൈൽ ഉണ്ടാവും, ഇങ്ങനെ എനിക്ക് വരില്ല. പിന്നെ എന്തുണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, ഡിസ്ട്രെസ് ഒക്കെ വരും. പിന്നെ ഗിൽറ്റ് ഫീലിംഗ് വരും അല്ലെ. പണ്ടൊക്കെ എല്ലാവരും പറയണ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കാം അല്ലെ, ആരോ ചെയ്ത പാപം. കുട്ടികൾക്ക് ക്യാൻസർ വന്ന ഉടനെ പറയും അത് അവരുടെ അമ്മയും അച്ഛനും ചെയ്ത പാപത്തിന്റെ ഫലമാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെ ഒരു പാപവും ഒന്നുമില്ല. നമ്മുടെ ജീൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ എങ്ങനെയാണോ, ഇതിനെയൊക്കെ നമ്മുടെ ബോഡി, ബയോളജിക്കൽ ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാം വരിക. ഫിയർ ഉണ്ടാവും, ഭയങ്കര ഫിയർ ആയിരിക്കും, ഷോക്കാണ് ആദ്യമായിട്ട് വരിക, ആങ്കർ വരും, എല്ലാത്തിനോടും വെറുപ്പായിരിക്കും, സാഡ്നെസ്, നിയന്ത്രിക്കാൻ കഴിയാത്ത വിഷമം, മാനസിക സംഘർഷം അനുഭവിക്കും. അതുപോലെ തന്നെ ഈ ചില പേഷ്യൻസ് മിക്കവാറും കാണാം ലോൺലിനെസ് ഇഷ്ടപ്പെടും, അവർ ഐസൊലേറ്റ് ചെയ്യും, അവരെവിടെയെങ്കിലും ഒരു മുറിയിൽ അടച്ചിടാനായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക. ഇത്തരത്തിലുള്ള ചുരുക്കം ചിലര് എനിക്ക് ചികിത്സിച്ച് ഭേദമാക്കാം എന്നുള്ളവരുണ്ട്. ഇപ്പൊ രജിസ്ട്രാർ പറഞ്ഞ മാതിരി എന്തും വരട്ടെ, നമുക്ക് ചികിത്സിക്കാം എന്ന് ഹോപ്പുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ് ആളുകളെ അത് എഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ സ്റ്റേജുകളിൽ, പല സ്റ്റേജുകൾ. ഇപ്പം ഞാൻ എഗൈൻ ഗംഗാധരൻ സാർ പറഞ്ഞത് ഓർക്കുകയാണെങ്കിൽ ഏത് സ്റ്റേജിലും ഏതാൾക്കും വരാവുന്ന ഒരു സംഗതിയാണ് ഈ ക്യാൻസർ. നമുക്ക് ചുറ്റും അതുണ്ട്, ഇത് കണ്ടേജിയസ് ഒന്നും അല്ല, എന്നാലും നമുക്കത് എക്സ്പെക്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികളായാലും, കുട്ടികൾ മുതൽ വയസ്സായ ആളുകളിൽ വരെ ക്യാൻസർ വരും. പക്ഷെ അവരെ അത് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ 0 to 12 ഇയേഴ്സ്, 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വന്നാൽ അവരെങ്ങനെ അത് അഫക്ട് ചെയ്യുമെന്ന് നോക്കാം. അവർക്ക് ആദ്യമായി ഫിയർ ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്, സെപ്പറേഷൻ ഫ്രം പാരന്റ്സ്. ഇപ്പൊ ട്രീറ്റ്മെന്റ് സമയത്ത് വേണമെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒരാളെ കൂടെ ഉണ്ടാവുള്ളൂ, അതവർക്ക് ബുദ്ധിമുട്ടാവും. സ്കൂളിൽ പോകാൻ പറ്റില്ല, ഡെവലപ്മെന്റൽ ഡിലേസ് ഉണ്ടാവും, അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ പല ഡിലേസും വരും. അതുപോലെ തന്നെ അപ്പിയറൻസിൽ വ്യത്യാസം വരും. നമുക്ക് എല്ലാവർക്കും അറിയാം, കീമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ പേടിയോടെ ഓർക്കുന്നതാണ് ഹെയർ ലോസ് അല്ലെ. അപ്പൊ അതൊക്കെ വരും, കൺഫ്യൂഷൻ ഉണ്ടാവും, ഐസൊലേറ്റ് ചെയ്യും, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, ആകെ അങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് കുഞ്ഞുങ്ങൾക്ക് വരിക. അതുപോലെ 13 to 19 അഡോളസെന്റ് ഏജിലേക്ക് പോയാൽ ഇതല്ല അവരുടെ ഫീല്. അവർക്ക് കുറച്ചും കൂടി, അതായത് നമുക്കറിയാം അഡോളസെന്റ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ കുറച്ചും കൂടി ഹൊറിബിളാ. കാരണം അവർക്കും ഇതേ പ്രശ്നങ്ങളൊക്കെ, ഈ ഡിപ്രഷനും ആൻസൈറ്റി ആയിട്ട് എല്ലാവരും ആയിട്ട് വരുന്നവരുമാണ്, ഫിയർ ഉണ്ടാകും. അതേപോലെ തന്നെ അവർക്ക് ഇമേജിനെ കുറിച്ചിട്ട് ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ആ ഒരു ഏജ് അല്ലേ, അപ്പൊ അവരുടെ ഈ ബോഡി ഇമേജിനെ കുറിച്ച് അല്ലെങ്കിൽ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, അതവർക്ക് വലിയ ട്രോമ ഉണ്ടാക്കും. അതുപോലെ തന്നെ അവർക്ക് സ്വാതന്ത്ര്യമില്ല, ഫ്രണ്ട്സിനെ കാണാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സ് ആണല്ലോ അവരുടെ എല്ലാം. പിന്നെ അവർക്ക് റൊമാൻസും, കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, സെക്സും എല്ലാത്തിനെയും കുറിച്ച് ഒരു അവയർനെസ് ആകുന്ന ഒരു പ്രായമാണ്. അപ്പൊ അവർ വിചാരിക്കും എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റുമോ, എനിക്കിനി ജീവിക്കാൻ പറ്റുമോ, ഞാൻ എന്ത് ചെയ്യും. അങ്ങനെ ഒരുപാട് ട്രോമാസ് ഈ കുഞ്ഞുങ്ങൾ, ഈ അഡോളസെന്റ് ഏജിലുള്ള കുട്ടികൾ അനുഭവിക്കേണ്ടി വരും. അതേപോലെ ഇനി അടുത്തൊരു ഏജ് ഗ്രൂപ്പ് നോക്കാം, അതാണ് യങ് അഡൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ 20 to 39 ഇവരെ സംബന്ധിച്ചോളം ഇതൊക്കെ ഉണ്ടാവും. ബേസിക്കലായിട്ട് ഈ ഫിയറും ട്രോമയും ഡിപ്രഷനും ആൻസൈറ്റിയും ഒക്കെ എല്ലാവർക്കും ഉണ്ട്, പെയിനും. അതേപോലെ തന്നെ ഇവര് കരിയറിനെ കുറിച്ച് കുറച്ചുകൂടി ബോധേഡാണ്. അഡോളസെന്റ് ഏജുകാരും അങ്ങനെ തന്നെ, കരിയറും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരും പ്രശ്നമാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി 39 വയസ്സ് വരെയുള്ളതാണ്. അപ്പൊ അവര് കല്യാണം കഴിച്ചിട്ടുണ്ടാവും, മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ ജോലിയെ കുറിച്ച് വളരെ ഫിനാൻസ്, ഈ കുട്ടികളിൽ അത് വരില്ല, ഫിനാൻസ് അതിനെക്കുറിച്ച് അവർ ഓവർ ബോധേഡ് അല്ല, കാരണം അവർക്കത് അവരുടെ പാരന്റ്സ് ആണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോഴത്തേനും അങ്ങനെയല്ല, അവർക്ക് ഫിനാൻസ്, ഒരുപാട് പണവും വേണ്ട ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് ക്യാൻസർ. അപ്പൊ അതിനെക്കുറിച്ചും അവർ ബോധർ ചെയ്യും. പിന്നെ അവരുടെ മാരിറ്റൽ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. പാരന്റിങ്, എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, എനിക്ക് എന്തെങ്കിലും വന്നാൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്താകും എന്നുള്ള ഒരുപാട് ഡിസ്ട്രെസ് അവരനുഭവിക്കും ഈ യങ് അഡൾട്ട്സ്. അത് തന്നെയാണ് കുറച്ചും കൂടി മിഡിൽ അഡൾട്ട് ആയവർ 40 to 64 ഇതുപോലെ തന്നെ കരിയറും ഫിനാൻസും ഒക്കെ ഇവർക്ക് പ്രശ്നമാണ്. അതുപോലെ തന്നെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, അവരുടെ പാരന്റ്സ് ഉണ്ടാവും, അവരെ നോക്കണം, ഫിനാൻഷ്യൽ ബർഡൻ, മാരിറ്റൽ ലൈഫ്, സെക്ഷൽ ലൈഫ്, റൊമാൻസ്, എല്ലാത്തിനെയും ഇനി മറ്റുള്ളവർ എങ്ങനെ കാണും, അങ്ങനെ ഒരുപാട് ആൻസൈറ്റിയും ഡിപ്രഷനും എല്ലാം കൊണ്ട് നടക്കുന്നവരാണ് ഈ ക്യാൻസർ പേഷ്യൻസ്. അപ്പൊ അഡൾട്ട് ആയി കഴിഞ്ഞാൽ ഈ ഫിനാൻസ്
ഫിനാൻഷ്യൽ ബർഡനും കൂടി അവർ ചിന്തിക്കും. മറ്റേ കുഞ്ഞുങ്ങളാണെങ്കിൽ അത്രയും ചിന്തകൾ ഉണ്ടാവില്ല. എന്തായാലും ഒരു സോഷ്യലി ഐസൊലേറ്റഡ് ആയിട്ട് കഴിഞ്ഞുകൂടേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഈ ക്യാൻസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മൾ കൃത്യമായ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ സൈക്കോ ഓങ്കോളജി അല്ലെങ്കിൽ സൈക്കോ ഓങ്കോളജിസ്റ്റിന്റെ ഒരു കടമ തന്നെ. ഇത് ഞാൻ ജനറലൈസ് ചെയ്യാണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്യാൻസർ? ഇത് ശരിക്കും നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സൈക്കോങ്കോളജിസ്റ്റ് ആണെങ്കിൽ അവർ അറിഞ്ഞിരിക്കണം ക്യാൻസർ 6 തരമുള്ള ക്യാൻസർ ഉണ്ട്. അപ്പൊ ആദ്യത്തെ തരം സർക്കോമ ക്യാൻസർ ആണ്. ബോൺസിന്, കാർട്ടിലേജിന്, ഫാറ്റ്, ബ്ലഡ് വെസൽസിന് ഇതിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ഒരു ക്യാൻസർ ആണ്. അടുത്ത് അത് ടിഷ്യൂസിനെ ഡിപ്പെൻഡ് ചെയ്താട്ടോ ഈ ക്ലാസിഫിക്കേഷൻ അഫക്ട് ചെയ്യുന്ന ടിഷ്യൂസ്. അപ്പൊ അടുത്തതാണ് കാർസിനോമ എന്ന് പറയുന്ന ക്യാൻസർ. ഇതാണ് കോമൺലി നമ്മളിലൊക്കെ കാണാറുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഒരു 80% മുതൽ 90% കേസസും ഈ കാർസിനോമയിലെ ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അത് അഫക്ട് ചെയ്യുന്ന ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്നോ അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസോ ഒക്കെയാണ് വരിക. ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, കോളൻ ക്യാൻസർ, പാൻക്രിയാസ് ക്യാൻസർ, അങ്ങനെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതും ഈ ഒരു ക്യാൻസർ തന്നെയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ റിലേറ്റീവ്സ് 3 പേര് മരിച്ചു എന്ന് പറയുന്നത് അത് 3 പേരും ഇത്തരത്തിൽ തന്നെയാണ്, ഈ ഒരു വിഭാഗത്തിലുള്ള ക്യാൻസർ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലുക്കീമിയ, പിന്നെ ബ്ലഡ് ക്യാൻസേഴ്സ് ആണ്. ലുക്കീമിയ, മൈലോമ ആൻഡ് ലിംഫോമ, ഇത് 3ഉം ബ്ലഡ് ക്യാൻസേഴ്സ് ആണ്. അത് നമ്മൾ കേട്ടിട്ടുള്ളതൊക്കെയാണ്, എങ്കിലും അത് അത്ര കോമൺ അല്ല. ഈ കാർസിനോമ എന്ന ഒരു ക്യാൻസർ വിഭാഗമാണ് ഒരുപാട് കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പൊ മിക്സഡ് ടൈപ്പും ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും സിംറ്റംസും കാണിക്കുന്ന മിക്സഡ് ടൈപ്പ് ക്യാൻസറും ഉണ്ട് എന്ന് പറയുന്നത് ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. ഇത്തരത്തിലുള്ള ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ട്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൈമറി സൈറ്റ് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ വെച്ചിട്ട് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, പാൻക്രിയാസ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ, തൈറോയ്ഡ് ക്യാൻസർ, ഇത്തരത്തിൽ പറയുന്നതാണ് ഫസ്റ്റ് സൈറ്റിൽ വെച്ച് പറയുക എന്ന് പറയുന്നത്. അടുത്തത് നമുക്കൊക്കെ ഫെമിലിയർ ആണ്. സ്റ്റേജിങ് ആൻഡ് ഗ്രേഡിങ്, ബിഹേവിയർ ആൻഡ് സ്പ്രെഡ്, എത്രത്തോളം സിവിയർ ആണ്, എത്ര സ്പ്രെഡ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സിവിയർ ആയിട്ടാണ് ആ ക്യാൻസർ ടിഷ്യൂസ് സ്പ്രെഡ് ആകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ എല്ലാവർക്കും അറിയാലോ. അതായത് സെൽസിന്റെ അനിയന്ത്രിതമായ വളർച്ചയാണ്. അത് എത്ര സിവിയർ ആണ് എന്നതിനനുസരിച്ചിട്ടാണ് ഈ 1 to 4 എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോഴും പറയാം ഇത് ഫസ്റ്റ് സ്റ്റേജാ. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട് അല്ലെ. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാലും 3rd സ്റ്റേജ് എത്തിയാലും വലിയ കുഴപ്പമില്ല. 4th സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ടെർമിനേറ്റിംഗ് ആണ് അല്ലെങ്കിൽ ലൈഫ് എൻഡ് ആണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. ഇത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഈ ഓരോ സമയത്തും നമ്മൾക്ക് ഇവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേജ്, ഈ ഒരു കാറ്റഗറൈസേഷൻ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഓങ്കോ സൈക്കോളജി ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയാൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ എല്ലാവരും പറഞ്ഞല്ലോ, ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫിയർ ആണ് വരിക. അപ്പോ ഇത് നമ്മളെ തോട്ട്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അതുപോലെ ഫീലിങ്സ്, റിലേഷൻഷിപ്പ്, എംപ്ലോയ്മെന്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ബോഡി ഇമേജ്, സെക്ഷൽ ഹെൽത്ത്, അതുപോലെ സ്പിരിച്വൽ ബിലീഫ്സ്. നമ്മളിപ്പോ പറയുന്നുണ്ട്, ഓ ഈശ്വരൻ എന്തിനു എനിക്ക് ഇത് വെച്ചു അല്ലെ. അതൊക്കെ നമ്മൾ സ്പിരിച്വൽ ആണ്. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണാവോ, അല്ലെ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്തോ, ഇങ്ങനെ ഒരുപാട്. അതിപ്പോ ഞാൻ വന്നാലും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ കോമൺ ആയിട്ട് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. അപ്പൊ എല്ലാ തലത്തിലും നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ് ക്യാൻസർ. അതുകൊണ്ട് തന്നെ സൈക്കോ ഓങ്കോളജി അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഒരു കൗൺസിലിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു കൗൺസിലറിന്റെ അല്ലെങ്കിൽ സൈക്കോ ഓങ്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്, കൃത്യമായ ട്രീറ്റ്മെന്റിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ ആ പേഷ്യന്റ് കുറെ കൂടി കോപ്പിംഗ് ആയിരിക്കും, അതിനോട് ഒത്തുപോകാൻ അല്ലെങ്കിൽ അതുമായിട്ട് ഒത്തുചേർന്ന് പോകാനായിട്ട് അവർക്കൊരു ഹെൽപ്പ് ഉണ്ടാകും. അതുപോലെ അവരുടെ കമ്മ്യൂണിക്കേഷൻ, മിക്കവരും കണ്ടിട്ടില്ല, എന്ത് ഡിസീസിനെ പറയില്ല, അവർക്ക് ഇത് ഞാൻ ഇനി മരിക്കാനുള്ളതാ എന്നുള്ളത് തോന്നുകയാണ്, എനിക്ക് മരിച്ചാൽ മതി എന്നൊക്കെയുള്ള തോന്നലുണ്ടാവും. അതിൽ നിന്നൊക്കെ അവരെ രക്ഷിച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഡിസീസിനെ കുറിച്ചിട്ട് അവർക്ക് എന്ത് പറയാനുണ്ട് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ പറ്റും എന്നാണ് പറയുന്നത്. പറ്റും എന്ന് പറയുകയല്ല, സത്യം തന്നെയാണ് അല്ലെ. സത്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്, നമുക്ക് വ്യക്തമായ ഒരു സപ്പോർട്ട് അവർക്ക് ഉണ്ടെങ്കിൽ. എസ്പെഷ്യലി ഞാൻ അധികം കണ്ടിരിക്കുന്നത് ഇപ്പൊ ജെൻസിന്റെ ഒക്കെ കേസിൽ ഭാര്യമാർ എത്ര ഭംഗിയായിട്ടാണ് അവരെ സപ്പോർട്ട് കൊടുക്കുക എന്നറിയോ. അതൊക്കെ എത്ര നന്നായി അവരത് കോപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ സർവൈവ് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വൈഫുമാർക്ക് അത് കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എസ്പെഷ്യലി ഇങ്ങനെ ഒരുപാട് കേസസ് നമ്മൾക്ക് കാണാൻ കഴിയും. ഇനി
നോക്കാം നമുക്ക് ഏതൊക്കെ സ്റ്റേജിൽ ഇങ്ങനെ ഒരു കൗൺസിലിംഗ് വേണം. ആദ്യമായിട്ട് ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ ഡയഗ്നോസിസ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ദ ബാഡ് ന്യൂസ്, അതാണ് അല്ലെ. ചിലപ്പം നമ്മളിപ്പോ ക്യാൻസർ ആണ് എന്ന് ആ പേഷ്യന്റിനോട് പറയും എന്ന് നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ടാവും. അപ്പൊ അവിടെ തുടങ്ങി ഇങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം, ആ ഒരു പേഷ്യന്റിന് വേണം. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സ്റ്റേജ് ആണ്. ആ പേഷ്യന്റ് ഷോക്ക്ഡ് ആയിരിക്കും, പാനിക് ഉണ്ടാകും, ഡിസ്ട്രെസ് ആയിരിക്കും, എല്ലാം ആങ്സൈറ്റി എല്ലാം വരുന്ന ഒരു ഇതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ. അത് ഡയഗ്നോസ്റ്റിക് പ്രീ ട്രീറ്റ്മെന്റ് ഫേസ്. അവിടെ ഒരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോ ഓങ്കോളജിസ്റ്റിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ് അല്ലെ. ഇപ്പൊ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ട്രീറ്റ് ചെയ്യാം. നമുക്ക് അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക, നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഇതങ്ങനെ ടെർമിനേറ്റിംഗ് ഡിസീസ് ഒന്നും അല്ല, ഇവിടെ ലൈഫ് എൻഡ് അല്ല, ജീവിതം ഇവിടെ അവസാനിക്കുകയല്ല, ഒരുപാട് ഹോപ്പ് ഉണ്ട് എന്ന് നമുക്ക് അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കാം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അടുത്തത് ആക്റ്റീവ് ട്രീറ്റ്മെന്റ് ഫേസ്. ആക്റ്റീവ് ട്രീറ്റ്മെന്റ് ഫേസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താണ്. കീമോ ഉണ്ടാവും, റേഡിയേഷൻ ഉണ്ട്, സർജറി ഉണ്ട്, ആംബ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഒരു സർജറി തന്നെയാണെന്ന് വിചാരിക്കോ. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണ്, അത് റിമൂവ് ചെയ്യാം. ഇപ്പൊ റിമൂവ് ചെയ്യാത്ത ഒരുപാട് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണെന്ന് പറയുന്നു. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അത്ര ഇതല്ല. എന്തായാലും ആ ഒരു സമയത്തും അപ്പൊ ഈ കീമോ തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ അപ്പൊ അവർക്കുണ്ടാകുന്ന ട്രോമ എന്താണ്? ഹെയർ ലോസ് ആണ് ആദ്യം വരിക. ഹെയർ ലോസ് ഒരു വല്ലാത്ത കാര്യം തന്നെയാണ്, നമ്മുടെ ഇമേജ് തന്നെ പോകുന്ന ഒരു കാര്യമാണ്. ആർക്കും അത് സഹിക്കാൻ പറ്റില്ല, ഏത് ഏജിലുള്ള ആൾക്കും അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ കളർ മാറും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ബ്യൂട്ടി അല്ലെങ്കിൽ ആ ഇമേജിനെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് ചെറിയ പ്രശ്നമൊന്നുമല്ല. നമ്മൾ പുറത്തുനിന്ന് പറയുമ്പോൾ ഓക്കെ അത് എന്താ കുഴപ്പം എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് എമ്പതറ്റിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഇറ്റ് ഈസ് സോ ഹൊറിബിൾ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ അപ്പൊ നമ്മൾ എന്താണ് അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്? ഇതൊക്കെ പെർമനന്റ് ഒന്നും അല്ല. ഈ കീമോ ചെയ്യുമ്പോൾ കുറച്ച് സിംറ്റംസ് ഒക്കെ കാണിക്കും, കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാവും. അതൊരിക്കലും പെർമനന്റ് അല്ല, അത് ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് നമുക്ക് റിക്കവർ ചെയ്ത് പോരാം എന്ന് നല്ല ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഒരു സൈക്കോ ഓങ്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. അതുപോലെ പോസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊന്ന് പറയാം. ഇപ്പൊ സ്ത്രീകളിൽ ഞാൻ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. അത് പണ്ട് കാലത്തൊക്കെ അത് റിമൂവ് ചെയ്യാണ്. ഇപ്പൊ അതിന് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. എനിവേ അതൊന്ന് റിമൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. എന്തും ആയിക്കോട്ടെ, ഒരു ആംബ്യൂട്ടേഷനോ അല്ലെങ്കിൽ ഒരു ലെഗ് ക്യാൻസർ സിവിയർ കേസിലാണെങ്കിൽ അങ്ങനെയൊക്കെ മുറിച്ച് കളയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള അവർക്കുണ്ടാകുന്ന ട്രോമ ചെറുതൊന്നും ആയിരിക്കില്ല. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു പാർട്ട് റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമേ അല്ല. അല്ലെങ്കിൽ ഒരു സർജറിക്ക് ശേഷം ഇതുപോലെ സൈഡ് ഇഫക്ട്സ് ഒക്കെ ബാധിക്കുന്നതും ഒരു ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷവും ഈ സൈക്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ കൗൺസിലറുടെ ഹെൽപ്പ് ആവശ്യമാണ്. അതുപോലെ ചിലരുടെ കേസിൽ റെക്കറൻസ് തിരിച്ചു വരും അല്ലെ. ഇപ്പൊ നമ്മള് ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന നമ്മുടെ ഇന്നസെന്റ് ബുക്കൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹം ഒരുപാട് കോപ്പപ്പ് ചെയ്ത ഒരാളാണ്. ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷെ അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് കിട്ടാൻ സാധ്യത ഉള്ളവരായിരുന്നു എന്നും കൂടി ഞാൻ ഓർക്കുന്നു. എന്തായാലും ഫിനാൻസ് അവർക്ക് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ എല്ലാവരുടെയും കേസ് അത്ര ഇതായിരിക്കില്ല, അത്ര ഈസി ആയിരിക്കില്ല. എനിവേ റെക്കറൻസ് തിരിച്ചു വരാനുള്ള സാധ്യത കൂടിയുണ്ട്. തിരിച്ചു വരുമ്പോൾ ആദ്യം വന്ന മാതിരി ആയിരിക്കില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം ഞാൻ ഗംഗാധരൻ സാറിന് കേട്ടോ പറയുന്നത്. അപ്പൊ ഗംഗാധരൻ സാർ പറഞ്ഞത് വെച്ചാൽ എപ്പോഴും നമ്മൾ ഫോളോ അപ്പ് ആവശ്യമാണ്. 6 months 1 yearനുള്ളിലൊക്കെ ഫോളോ അപ്സ് ആവശ്യമാണ്. അപ്പൊ ഈ തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ ഈ ആദ്യം വന്ന സ്ഥിതിയല്ല പിന്നെ വന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവർക്കും ഇതുപോലെ ആദ്യം ക്യാൻസർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലായിരുന്നു. ആദ്യം അത് സർവൈവ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ആദ്യം വന്ന മാതിരി അല്ല കേട്ടോ. അത് കുറെ കൂടി ഹോപ്പ്ലെസ്നെസ് വരിക. ഇനി എനിക്ക് രക്ഷയില്ല എന്നൊരു തോന്നൽ വരും. അവിടെയും ഈ സൈക്കോ ഓങ്കോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ കൗൺസിലറിന്റെ ഹെൽപ്പ് ആവശ്യമാണ്. പിന്നെ ഏറ്റവും സിവിയർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 4th സ്റ്റേജ് ആണ്, എൻഡ് ഓഫ് ലൈഫ് ആണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാലിയേറ്റീവ് കെയർ ആണ്. അവിടെയും ഈ തരത്തിലുള്ള ഒരു സൈക്കോ ഓങ്കോളജിസ്റ്റിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ സൈക്കോ ഓങ്കോളജിസ്റ്റ് ഈ ക്യാൻസർ ജേർണിയിൽ ഉടനീളം സൈക്കോ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലർ വേണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
അപ്പം ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ഈ എൻഡ് ഓഫ് ലൈഫിൽ നമുക്ക് ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനോടൊപ്പം തന്നെ ഉള്ളതാണ് ക്വാളിറ്റി ഓഫ് ഡെത്ത് എന്നുള്ളത്. നമ്മൾ വിചാരിക്കും അതവരെ മരിക്കും, അവരുടെ ഈ ഇമോഷൻസിനെ കുറിച്ചൊക്കെ നമ്മൾ എമ്പതറ്റിക് ആയിട്ട് ചിന്തിക്കേണ്ടതാണ്. നമുക്കിപ്പോ എമ്പതിയൊക്കെ പഠിച്ചാലുണ്ട് ഇപ്പോഴാണ് ഞാൻ അതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അവര് എത്ര ട്രോമ അനുഭവിക്കുന്നുണ്ടാവും, എന്തായിരിക്കും അവരുടെ ഇമോഷൻസ്, എന്താണ് അവരുടെ വൈകാരിക നില, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടോ? അപ്പോൾ അവർക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതിപ്പോ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ അടുത്ത് ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് അധികമായിട്ടില്ല, അപ്പോഴും ഈ ഏറ്റവും ലാസ്റ്റ് ഒരു മറ്റേ ശ്വാസം വലിക്കുക, ഊർദ്ധശ്വാസം വലിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പോഴും പലരും പറഞ്ഞ എന്താ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല. എന്തായാലും എൻ്റെ ബ്രദർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഒരു ആശ്വാസം, അതായത് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചു. അപ്പൊ ആ വെന്റിലേറ്ററിലൊക്കെ വന്നപ്പോൾ ഒരു ആശ്വാസം ആ പേഷ്യന്റിന് കിട്ടി എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. അപ്പൊ നമ്മൾ അവിടെയും നമ്മൾ ഇങ്ങനെ, അതായത് ക്വാളിറ്റി ഓഫ് ലൈഫിനൊപ്പം തന്നെയാണ് ഇമ്പോർട്ടന്റ് ആണ് ക്വാളിറ്റി ഓഫ് ഡെത്ത്. അവരുടെ ഡിഗ്നിറ്റി നമ്മൾ മാനിക്കണം. ആരായാലും ഇത് മാത്രമല്ലേ നാളെ നമുക്കും അത് കിട്ടുള്ളൂ, നമുക്കും അത് എക്സ്പെക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഇത്തരത്തിൽ 4 സ്റ്റേജസ് ആണ് വരിക. തുടങ്ങുമ്പോൾ ട്രീറ്റ്മെന്റ്, ആദ്യത്തെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ, രണ്ടാമത് വരുമ്പോൾ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ, മൂന്നാമത് ട്രീറ്റ്മെന്റിന് ശേഷം, നാലാമത് റെക്കറൻസ്, രണ്ടാമത് വന്നപ്പോൾ, അഞ്ചാമത് വരുന്നത് പാലിയേറ്റീവ് കെയറിൽ അല്ലെങ്കിൽ ലൈഫ് എൻഡ് സ്റ്റേജിൽ. ഇത്തരത്തിലുള്ള എല്ലാ സ്ഥലത്തും ഈ സൈക്കോ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ കൗൺസിലറിന്റെ ഒരു ഹെൽപ്പ് ആവശ്യമാണ്. ഇനി ഇപ്പം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അതായത് ആൻസൈറ്റി, ഡിപ്രഷൻ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ വരും, സ്ലീപ്പ് പ്രോബ്ലംസ് വരും, ഫിയർ ഉണ്ടാവും, സ്ട്രെസ്, ഫറ്റിക് ഒക്കെ അറിയാലോ, ഓവർ ക്ഷീണമായിരിക്കും, ചിലർ കിടന്നോർന്ന് എഴുന്നേൽക്കൂല, അല്ലെ ഛർദിയൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവർ ഫേസ് ചെയ്യുക. അതുപോലെ കീമോ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ മെമ്മറി ഇമ്പയർമെന്റ്, കുറച്ച് മെമ്മറി ലോസ് പോലെയൊക്കെ കാണിക്കും. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് സിസ്റ്റംസ്, ഇതെല്ലാം ഇവർ അനുഭവിക്കുന്നുണ്ടാവും. എല്ലാവരിലും ഡിപ്രഷൻ വന്നോളണമെന്നൊന്നുമില്ല കേട്ടോ. ചില പേഷ്യൻസ് ഒക്കെ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു പേഷ്യൻസിനെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവർക്കൊന്നും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒന്നും വേണം എന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് വേണ്ട, അവരുടെയും സമ്മതം കൂടി നമ്മൾ എടുക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് വേണം അല്ലെങ്കിൽ കൗൺസിലിംഗ് വേണം എന്ന് അവരോട് കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 3 ട്രീറ്റ്മെന്റിൽ ഒരാള് ജെൻസ് ആയിരുന്നു, പക്ഷെ അവര് അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇപ്പൊ രജിസ്ട്രാർ പറഞ്ഞാൽ അത് കോപ്പപ്പ് ചെയ്യാനും അത് മാനേജ് ചെയ്യാനും കഴിയുന്നവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല, കഴിയാത്തവർക്കാണ് ഇതിന്റെ ആവശ്യം. അപ്പൊ എല്ലാവരും ഡിപ്രഷനിലേക്ക് പോയിക്കൊള്ളണം എന്നൊന്നുമില്ല. അപ്പൊ ഡിപ്രഷനിലേക്ക് പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ഒരു 35% വരുന്നുണ്ട്. അതുപോലെ ആങ്സൈറ്റി ഒരു 24% പേരും ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ട്. അതുപോലെ ഡെലീറിയം, അതായത് മീൻസ് ഒരു മെമ്മറി ഇമ്പയർമെന്റ്, അതൊരു 10% പേര് അനുഭവിക്കും എന്നാണ് പറയാ. ഇനി കെയർ ഗീവേഴ്സിന്റെ ബർഡൻ, കെയർ ഗീവേഴ്സിനും വളരെ അധികം ബർഡൻ. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ കെയർ ഗീവേഴ്സിനാണ് നമ്മൾ ഈ തരത്തിലുള്ള കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. അവരാണ് അവിടെ സഫർ ചെയ്യുക. കുട്ടികൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ അപ്പൊ പാരന്റ്സിനാണ് കൊടുക്കേണ്ടത്. അവർക്കും ഇമോഷണൽ ബർഡൻ ഉണ്ടാവും, അവർക്കും ക്ഷീണം ഉണ്ടാവും, ഓടി നടന്നിട്ടും എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക. ഫിനാൻഷ്യൽ സ്ട്രെസ് അത് ഭയങ്കരമാണ്. അതുപോലെ തന്നെ റോൾ ഷിഫ്റ്റ്, ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ അറിയാം, നമ്മളിപ്പോ ജെൻസ് ആണ് അല്ലെങ്കിൽ എല്ലാവരെയും ഹസ്ബൻഡുമാരാണ് എല്ലാം ചെയ്യുക. പക്ഷെ ഇത് ഈ റോളൊന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ അതും നമുക്ക് വലിയ ബർഡനാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഫാമിലി മെമ്പേഴ്സും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇച്ചിരി സ്പീഡ് ആക്കുന്നുണ്ടോ, ക്ഷമിക്കണം. അപ്പൊ അടുത്തത് റോൾ ഓഫ് ദ സൈക്കോ ഓങ്കോളജി ടീം. ഒരു സൈക്കോ ഓങ്കോളജി, അതായത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം ഓങ്കോളജിസ്റ്റ് മാത്രമല്ല അവിടെ വരിക, ഒരു ടീമായിട്ടാണ് ട്രീറ്റ്മെന്റ് നടത്തുക. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽസിൽ, അത് അഡ്വാൻസ്ഡ് ടെക്നോളജി, ആസ്റ്റർ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ അമൃത പോലെയുള്ളടത്തൊക്കെ അത്തരത്തിലുള്ള ഒരു ടീമായിട്ടാണ് ഇവർ വരിക. അപ്പോൾ ഓങ്കോളജിസ്റ്റ് ഉണ്ടാവും, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, ഓങ്കോളജി നേഴ്സ്, സോഷ്യൽ വർക്ക്, ഡയറ്റീഷ്യൻ, ഇങ്ങനെ ഒരുപാട് പേര്, ഫാമിലി കെയർ ഗീവേഴ്സ് എല്ലാം കൂടി ഒരു ടീമായിട്ടാണ് ഈ ഒരു ക്യാൻസർ ജേർണിയിൽ നമുക്കൊപ്പം കൂടെ നിൽക്കേണ്ടത് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കൗൺസിലേഴ്സ് ഉണ്ട്, പക്ഷെ ഇങ്ങനെ സൈക്കോ ഓങ്കോളജി ഒരു ടീമായിട്ടൊക്കെ അവർ ചെയ്യുന്നുണ്ടോ, അവർക്ക് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. എനിവേ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ല ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ കഴിയുമെന്നൊന്നുമില്ലല്ലോ. അപ്പോ നമ്മൾ അവർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് ഇത് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇന്റർവെൻഷൻ
ഇന്റർവെൻഷൻ, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക അവർക്ക്. അവരുടെ സൈക്കോളജിക്കലായിട്ട് ഇഷ്യൂസിനെ കുറിച്ചും അവരുടെ ആരോഗ്യനിലയത്തെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് അല്ലെ, അക്സെപ്റ്റ് വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ്, നമുക്ക് എന്താണോ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുക. സൈക്കോ തെറാപ്പി കൊടുക്കുക. ഫാമിലി തെറാപ്പി വേണ്ടി വരും, ഫാമിലിക്ക് മൊത്തം ഒരു സപ്പോർട്ട് വേണം. അതുപോലെ ഗ്രൂപ്പ് തെറാപ്പി വേണം. മീനിങ് സെന്റേഡ് തെറാപ്പി, അക്സെപ്റ്റൻസ്. ഈ അക്സെപ്റ്റൻസ് തെറാപ്പി വരുന്നത് ACT എന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് ആണ്. അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറയുമ്പോൾ അത് പാലിയേറ്റീവ് കെയറിന്റെ ഒരു അണ്ടറിൽ വരുന്നതാണ്. അതായത് എന്താണോ ഡെത്ത് ആണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ ആ പേഷ്യന്റിനെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതുപോലെ അവർക്ക് ചെയ്യേണ്ട ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ടാവും, അത് അവർക്ക് ഡിവൈഡ് ചെയ്ത് അവരോട് പറയാ. നിങ്ങൾക്കിപ്പോ ഇപ്പം ഞാൻ പറഞ്ഞ ആ പേഷ്യന്റ്, ഞാൻ ഒന്നുകൂടി പറയാണ്, അദ്ദേഹം അറിഞ്ഞിട്ട് ഒരു മാസേ ജീവിച്ചുള്ളൂ. ആ ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം തന്നെ പോയിട്ട് ഈ പേപ്പേഴ്സ് മുഴുവൻ, അതായത് ഡോക്യുമെന്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആധാരമായാലും നമ്മുടെ ഗ്യാസ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും എല്ലാവർക്കും ഈ പേര് മാറുക എന്നുള്ളതാണ് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ ആ വീട് വൈഫിന്റെ പേരിൽ എഴുതി വെക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അത് 62, 63 വയസ്സേ ഉള്ളൂ. ഒന്ന് ആലോചിക്കണം. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസും ഉണ്ട്. അപ്പൊ ഇത്തരത്തില് അവരെ പ്രാപ്തരാക്കുന്ന ഒരു തെറാപ്പിയാണ് ആക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫോളോ അപ്സ് ഈ സൈക്കോ ഓങ്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇനി കുറച്ച് ഡൂസ് ആൻഡ് ഡോസ്, നമ്മൾ എപ്പോഴും പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ആണ് ഇത്. ലിസൺ വിത്ത് എമ്പതി, ആദ്യമായി അവരെ കേൾക്കുക എന്നുള്ളതാണ്. അവര് എന്തും പറയട്ടെ, നമ്മൾ കേൾത്താൽ മതി കേട്ടോ. അതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ഇതൊന്നും അഡ്വൈസ് ഒന്നും അവർക്ക് കൊടുക്കരുത്. അവർക്ക് വേണ്ടത് അവർക്ക് സപ്പോർട്ടാണ്, അഡ്വൈസ് അല്ല. അപ്പൊ ലിസൺ വിത്ത് തെറാപ്പി, കാൾ റോജേഴ്സ് ആണ് പറഞ്ഞത്, നമ്മൾ എപ്പോഴും അവരെ കേൾക്കാൻ തയ്യാറാകണം. അതാണ് ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറയുന്നത്. ബിൽഡ് ട്രസ്റ്റ് ആൻഡ് റാപ്പോർട്ട്, അവരുമായി ഒരു ട്രസ്റ്റും ഒരു സൗഹൃദവും ഉണ്ടാക്കുക. റെസ്പെക്ട് ദ പേഷ്യൻസ് ഓട്ടോണമി, അവർക്കും അവരുടേതായ ഡിഗ്നിറ്റിയും അവരുടേതായ അഭിപ്രായങ്ങളും ഉണ്ടാകും, അത് നമ്മൾ മാനിക്കണം. അതുപോലെ ഇമോഷണൽ വെൽബീയിങ്ങിന് നമ്മൾ വില കൊടുക്കണം. അതുപോലെ പ്രൊവൈഡ് ഓണസ്റ്റ്, എപ്പോഴും നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ പകുതി കാര്യം സത്യം മറച്ചു വെച്ചിട്ടാണ് പറയാറ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല എന്നാ പറയുന്നത്. അവർക്ക് ഓണസ്റ്റും അപ്രോപ്രിയേറ്റുമായിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് ഷെയർ ചെയ്യണം. അവരുടെയാണ് അസുഖം, അപ്പൊ ആ പേഷ്യന്റിന് അതിനുള്ള റൈറ്റ് ഉണ്ട്, അത് നമ്മൾ ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. എൻകറേജ് ഇമോഷണൽ എക്സ്പ്രഷൻ, അവർക്ക് ചിലപ്പോൾ കേൾക്കുമ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നുണ്ടാവും, ജെൻസ് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യട്ടെ. സങ്കടമായിരിക്കാം, ദേഷ്യമായിരിക്കാം, എന്തായാലും അവർ എക്സ്പ്രസ് ചെയ്യട്ടെ, അതിനുള്ള അവകാശം അവർക്കുണ്ട്. നമ്മൾ അത് സപ്രസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഡൂസ് ആണ്. ഇനി ഡോൺസ് എന്ന് പറയുമ്പോൾ ഫാൾസ് ആയിട്ടുള്ള ഹോപ്പ് ഒന്നും നമ്മൾ കൊടുക്കണ്ട. ചില കേസിൽ നമ്മൾ ഇതൊക്കെ അങ്ങ് മാറും, നിങ്ങൾ ജീവനോടെ വരും എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത്. അങ്ങനെ ഫാൾസ് ആയിട്ടുള്ള ഒരു ഹോപ്പ് ഒന്നും കൊടുക്കണ്ടാണ്. കാരണം അതിന്റെ ആ സിവിയർനെസ് അവരും അറിയട്ടെ. അത് അവരറിഞ്ഞ് അവര് തന്നെ ഇപ്പൊ നാച്ചുറലായിട്ട്, ഇപ്പൊ സാർ പറഞ്ഞ മാതിരി നമ്മളിൽ തന്നെ ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് എന്തിനെ കുറിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളുടെ മനസ്സാണല്ലോ നമുക്ക് എപ്പോഴും പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് ആ പേഷ്യന്റ് തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ അനാവശ്യമായിട്ട് ഡോണ്ട് വെറി, ബി പോസിറ്റീവ്, അതർ ഹാവിറ്റേഴ്സ്, മറ്റുള്ളവരെ നോക്കൂ അവർക്ക് ഇതിലും ഭയങ്കരമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷെ ആ പേഷ്യന്റിന് വന്നേക്കുന്നത് ആ പേഷ്യന്റിന്റെ മാത്രം കാര്യമാണ്. അത് മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് അവരുടേതായ ഇമോഷൻസ് ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും. അതൊക്കെ അവര് എങ്ങനെയെങ്കിലും അവരതിനെ സപ്പോർട്ട് ചെയ്യുക, അവര് തന്നെ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പഠിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കൗൺസിലർ, നമുക്ക് ആർക്കും കൗൺസിലറൊക്കെ ആവാട്ടോ. ഇതുപോലെ പ്രൊഫഷണൽ ഹെൽപ്പ് ഉള്ളവർക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൗൺസിലർ ആയിട്ടൊക്കെ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെ. ഐ ആം ഹിയർ ടു ലിസൺ, ഞാൻ ഇവിടെ കേൾക്കാനുണ്ട്, അല്ലെങ്കിൽ ഐ ആം വിത്ത് യു, അതാണ് നമ്മൾ പറയേണ്ടത്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു ഫീൽ ദിസ് വേ. എനിക്ക് നമ്മളെപ്പോഴും പറയുന്നത് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ന്യായമാണ്, അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നല്ല, നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ന്യായമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഇപ്പോ എന്താണ് നിന്നെ വിഷമിപ്പിക്കുന്നത്? ഇപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് ചോദിക്കില്ല, എന്താ ഇപ്പൊ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു പ്രശ്നം, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കോപ്പപ്പ് ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ ആരുടെ ഒരു സപ്പോർട്ടാണ് വേണ്ടത്, അല്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ഇഷ്ടം, ആരോട് സംസാരിക്കാനാണ് ഇഷ്ടം. ഇപ്പൊ നമ്മൾ വേറെ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു ക്യാൻസർ ആണെന്ന്
ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ട് ചെന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളത് അതൊക്കെ എത്രത്തോളം നല്ലതാണ്, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് ആ പേഷ്യന്റിന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോകരുത്. അവരുടെ ഇമ്മ്യൂണിറ്റിയും ഒക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ അനാവശ്യമായ ഒരു വിസിറ്റിംഗ് ചെയ്യരുത് എന്നുള്ളത് കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെന്റ്സ് ടു അവോയ്ഡ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എവരിത്തിങ് എല്ലാം ദൈവഹിതമാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ മുൻജന്മ പാപമായിരിക്കാം, അല്ലെങ്കിൽ ദൈവഹിതമായിരിക്കാം. അത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും നമ്മൾ പറയണ്ട. യു ജസ്റ്റ് നീഡ് ടു സ്റ്റേ പോസിറ്റീവായിട്ട് ഇരിക്കുമെന്നോ അങ്ങനെയൊന്നും പറയണ്ട. ഇതിനകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഐ ആം ഹിയർ ടു ലിസൺ. അവർക്ക് എന്താണ് പറയാനുള്ളത് അത് നമ്മൾ കേൾക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് സന്തോഷം കിട്ടുന്നതെന്ന് ചോദിക്കുക, ആരുടെ കൂടെയാണ് അവർക്ക് സംസാരിക്കേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പണ്ട് തുടങ്ങി പറഞ്ഞ കാര്യങ്ങള് എന്താണ് പറയാ, ഇതൊക്കെ മാറും അങ്ങനെയൊന്നും നമ്മൾ പറയരുതെന്നാണ് പറയുന്നത്. അതൊന്നും നമ്മൾ വെറുതെ ഹോപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ കുറച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ഇത് ഞാൻ ബിഹേവിയർ തെറാപ്പിയെ കുറിച്ച് വെറുതെ പറഞ്ഞതാണ്, CBT. അപ്പൊ ഇപ്പൊ നോക്കുക, 2 പേഴ്സൺസ് അറ്റ് എ ടൈമിൽ എടുത്താൽ ഇങ്ങനെ കൗൺസിലിംഗ് കിട്ടി, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സപ്പോർട്ട് കിട്ടുക, അത് സ്വീകരിച്ചു വരുന്ന ഒരു പേഷ്യന്റ് എത്ര വേഗം ഹീലാവും എന്നതും, അതൊന്നും സ്വീകരിക്കാതെ ഐസൊലേറ്റഡ് ആയിട്ട് ഇത് എന്റെ മരണമാണ് എനിക്ക് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന പേഷ്യൻസ് 2 തരത്തിലാണ് ഈ ഒരു ട്രീറ്റ്മെന്റ് അഫക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ എത്ര കണ്ട് പോസിറ്റീവ് ആവോ അത്ര കണ്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് നമ്മൾക്ക് ഫലം കാണുന്നത് എന്നാണ് സൈക്കോ ഓങ്കോളജി പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇനി ഈ സർവൈവർഷിപ്പിലും ഈ ചലഞ്ചസ് ഉണ്ട്. വീണ്ടും വരുമോ എന്നുള്ള പേടി, അവർക്കും ഇത്തരത്തിലുള്ള ചലഞ്ചസ് വരുന്നുണ്ട്. അവർക്ക് ജോലി സ്ഥലത്തേക്ക് പോകാൻ നമ്മൾ എപ്പോഴും അവർക്കൊരു ടാഗ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ലേബിൾ വെച്ച് കൊടുക്കും അല്ലെ, ക്യാൻസർ സർവൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. അവർക്ക് അവരുടെ ഇമേജിനെ കുറിച്ചിട്ട് അവർക്ക് വിഷമമുണ്ട്, അവരുടെ ജോലി പോയതിൽ അവർക്ക് വിഷമമുണ്ട്, എങ്ങനെ ഇനി സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരും, അങ്ങനെ ഒരുപാട് ട്രോമാസ് അനുഭവിക്കുന്നവരുമാണ് ഈ സർവൈവേഴ്സ്. അപ്പൊ നമ്മൾക്ക് അവരുടെ ഈ സൈക്കോ ഓങ്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഈ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ ഫാമിലി കെയർ ഗീവർ അവരുടെ ഹെൽത്തി ഡയറ്റ് കൊടുക്കണം, അതുപോലെ അവരെ എക്സസൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കണം, അവർക്ക് അവരുടെ സ്ലീപ്പ് പ്രോപ്പർ ആയിരിക്കണം, ഫോളോ അപ്പ് വേണം, ഇമോഷണൽ റെസീലിയൻസ് വേണം. ഇതിനൊക്കെ സർവൈവേഴ്സിനും ഇത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ കൗൺസിലർ എന്ന നിലയ്ക്ക് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ കൂടെ നിൽക്കുക. ഇനി അടുത്ത് എൻഡ് ഓഫ് ലൈഫാണ്. പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഇവിടെ ഒരുപാട് പേരുണ്ടെന്നാണ്, ബേബി സാറൊക്കെ അതിന്റെ ആളാന്ന് തോന്നുന്നു. അപ്പൊ എനിവേ അവിടെയും അവരുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്യണം. അവരുടെ ഫിയർ റെഡ്യൂസ് ചെയ്യുക, അവരോട് നല്ല രീതിയിൽ സംസാരിക്കുക, സപ്പോർട്ട് വിത്ത് ഡിഗ്നിറ്റി, അവരുടെ അന്തസ് അല്ലെങ്കിൽ അവരുടെ മാന്യതയെ നമ്മൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ മാനിക്കണം. അവർക്ക് ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ഡെത്ത്, അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഡേയ്സ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ലെങ്കിലും അപ്പോൾ ഉള്ള ഡേയ്സ് അല്ലെങ്കിൽ ഉള്ള കാലം അവർക്ക് നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറയാം. നമുക്ക് സമൂഹത്തിന് പാലിയേറ്റീവ് കെയർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്തെന്ന് കണ്ടറിയണം. പക്ഷെ അവരും നമ്മളെ പോലെ മനുഷ്യരാണ്. നമുക്ക് നാളെ ആ ചെയർ ആർക്കൊക്കെ വേക്കന്റ് ആണെന്ന് നമുക്കറിയില്ല. അപ്പൊ അതും നമ്മൾ പ്രതീക്ഷിക്കണം. നമ്മൾ അവിടെ എമ്പതറ്റിക് ആയിട്ട് നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യകതയാണ്. പിന്നെ കെയർ ഓഫ് സർക്കിൾസ്, ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ഒരുപാട് സർക്കിൾസ് ഉണ്ടാവും നമ്മുടെ സർക്കിൾ ഓഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദ്യത്തെ സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സർക്കിള്. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നാളെ എനിക്കൊരു ക്യാൻസർ വന്നാൽ എന്നെ ആരൊക്കെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും? ആ ഫാമിലി സർക്കിൾ അല്ലെങ്കിൽ ഫസ്റ്റ് സർക്കിളിൽ ആര് വരും? ഫാമിലി ആണ്, ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മുടെ ഫാമിലിയോട് ചേർന്ന് നിൽക്കുക അല്ലെ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഈ നൈബേഴ്സ്, ലോക്കൽ ഡെവലപ്മെന്റ്, പിന്നെ ഹെൽത്ത് പ്രൊഫഷണൽസ് എല്ലാവരും ഈ ഒരു സർക്കിളിൽ വരുന്നു. ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രം. സമയം ഒരുപാടായെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടാവും എന്ന് തോന്നുന്നു. അപ്പൊ ക്യാൻസർ എങ്ങനെയാണ് മൈൻഡിനും ബോഡിയെ അഫക്ട് ചെയ്യുന്നത്, ഇമോഷണൽ എത്രത്തോളം നമ്മൾ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, എത്ര മാനസിക വ്യഥ നമ്മൾ അനുഭവിക്കണം, അതുപോലെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത, അതുപോലെ ഫാമിലിക്കും കെയർ ഗീവേഴ്സിനും എല്ലാം ഇത്തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരും ഇതുപോലെ ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരായിരിക്കാം. അപ്പൊ നമ്മൾ അവർക്ക് ഹോപ്പ് കൊടുക്കുക, കമ്പാഷനേറ്റ് അനുകമ്പയാണ് വേണ്ടത്. അതുപോലെ അവരെ നന്നായി സംസാരിക്കുക. അപ്പൊ ഓൾവേസ് ഞാനിവിടെ ഉണ്ട് എന്നുള്ളൊരു സപ്പോർട്ട് അവർക്ക് കൊടുക്കണം. അവർക്ക് വേണ്ട വൈകാരികവും മാനസികവും ശാരീരികവുമായ എല്ലാ സപ്പോർട്ടും നമ്മൾ
ചെയ്തു കൊടുക്കണം എന്നതാണ് ഈ സൈക്കോ ഓങ്കോളജി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരുന്നിനൊപ്പം മനസ്സിനും ട്രീറ്റ്മെന്റ്, അതായത് ശരീരത്തിന് മരുന്നാണെങ്കിൽ മനസ്സിന് ഇത്തരത്തിലൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനിയും ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ആർക്കെങ്കിലും ഒക്കെ നിങ്ങളുടേതായ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ എവരിവൺ. താങ്ക് യു. താങ്ക് യു ടീച്ചറെ, താങ്ക് യു വെരി മച്ച്. നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോയി. നമ്മളൊക്കെ ക്യാൻസറൊക്കെ മനസ്സിലാക്കിയത് സിനിമയിലൊക്കെ ഏതെങ്കിലും സിനിമ നടൻ അവരുടെ ചുണ്ടിലൂടെ ഒരു കുറച്ച് രക്തം വരുന്നു, അതിനുശേഷം ലുക്കേമിയ ബാധിച്ച് മരിച്ചു എന്നുള്ളൊരു റിസൾട്ടും കൂടെ വരുന്നു. അങ്ങനെയാണ് ക്യാൻസറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. എന്തായാലും പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ടെന്നും അതിനുള്ള ട്രീറ്റ്മെന്റും കുറെ ടൈപ്പ് ആണെന്നൊക്കെ ടീച്ചർ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ പറഞ്ഞു. രോഗനിർണയം നടത്തുമ്പോഴും ചികിത്സയുടെ വിവിധ ഘട്ടങ്ങളിൽ രോഗികൾക്കുണ്ടാകുന്ന ഭയം, ആശങ്ക, വിഷാദം, മാനസിക സമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ സഹായിക്കുന്ന സൈക്കോ ഓൺകോളജിയെ കുറിച്ച് വളരെ വിശദമായി തന്നെ ടീച്ചർ പറഞ്ഞു തന്നു. രോഗാവസ്ഥയിൽ ചികിത്സ എത്രത്തോളം പ്രധാനമാണോ അത്രത്തോളം തന്നെ പ്രധാനമാണ് നമ്മളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം. എനിക്ക് ഇതിനെ അതിജീവിക്കാൻ കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ പ്രതിരോധ ശേഷിയെ പോലും വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ ഭയത്തെ മാറ്റിവെച്ച് പ്രതീക്ഷയെ പുൽകുക എന്നുള്ളൊരു മെസ്സേജ് കൂടെ തന്നു ടീച്ചർ. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും മനസ്സിന്റെ ധൈര്യം, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് വലിയ രോഗത്തെയും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ അതിജീവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു. 2 കാര്യങ്ങളാണ് എനിക്ക് വളരെ ഷോക്ക് ചെയ്തത്. ഒന്ന്, ഡോക്ടർ ഗംഗാധരൻ സാർ പറഞ്ഞു, അതായത് ക്യാൻസർ രോഗമുള്ളവരും രോഗം വരാൻ സാധ്യതയുള്ളവരും മാത്രമേ ഈ ഭൂമുഖത്തുള്ളൂ എന്ന്. അത് ശരിക്കും പറയുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എല്ലാവരും ഏത് സമയം ഈ രോഗത്തെ പ്രതീക്ഷിക്കാമെന്നുള്ളൊരു മുൻകരുതൽ എടുക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. 2ാമത് ടീച്ചർ പറഞ്ഞത്, ടീച്ചർക്ക് 61 വയസ്സായി, ഞങ്ങളൊക്കെ 50-55 വയസ്സെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ടീച്ചർ ഞങ്ങളെ വീണ്ടും ഞെട്ടിപ്പിച്ചത്. എന്തായാലും ഫ്ലോർ ഓപ്പൺ ഫോർ ഫീഡ്ബാക്ക്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സൂസൻ മാം പറഞ്ഞോളൂ. യെസ്, ഗുഡ് മോർണിംഗ് അംബിക മാം. വളരെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഈ സൈക്കോ ഓൺകോളജി എന്താണെന്നും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് നല്ലൊരു അവയർനെസ് കിട്ടത്തക്ക പോലെ നല്ല രീതിയിൽ അത് കവർ ചെയ്തു. പ്രത്യേകിച്ച് ഈ ക്യാൻസർ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ഉണ്ട്. നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരായിട്ടുള്ള പലർക്കും ഉണ്ട്. എനിക്കാണ് എൻ്റെ ചേച്ചി അതുമൂലം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ എൻ്റെ ബ്രദറിൻ്റെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഇപ്പം മകളുടെ അമ്മ ട്രീറ്റ്മെന്റിൽ കൂടി കടന്നു പോകുന്നു. അപ്പൊ ഇതൊക്കെ ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ഹാർട്ട്. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിനോടൊപ്പം മരുന്നിനോടൊപ്പം മനസ്സിനും അവരെയൊക്കെ എങ്ങനെ ആശ്വാസവും സമാധാനം കൊടുക്കാമെന്നും എങ്ങനെ നമ്മൾ അവരെ എമ്പതിയോടെ കാണണോ എന്നുള്ളതും പിന്നെ ആ സർക്കിൾ ഓഫ് സപ്പോർട്ടും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ഇത്രയും മനോഹരമായിട്ട് അതൊക്കെ പറഞ്ഞു തന്നു. താങ്ക് യു വെരി മച്ച്. കൺഗ്രാജുലേഷൻസ്. നല്ല രീതിയിൽ തന്നെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. റെജി സാർ പറഞ്ഞോളൂ. ക്യാൻസർ രോഗമല്ല, ഏത് രോഗത്തെ കുറിച്ചാലും നല്ല ബോധമുള്ള, അതിനൊക്കെ നന്നായി ഫേസ് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ് രജി സാർ. പറയൂ, താങ്കളുടെ അഭിപ്രായം പറയൂ. ഒരു RCCയിലേക്ക് ഒരു ഡോക്ടറെക്കാളും വളരെ ഭംഗിയായി ഒരുപാട് കാര്യങ്ങൾ അംബിക മാഡം ഇന്ന് നമ്മെ പഠിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ആധാരം, നമ്മുടെ ക്യാഷ്, ഇതൊക്കെ ലാസ്റ്റ് ഒരു സ്റ്റേജിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ മാഡം നമ്മെ ഒരുപാട് ചിന്തിപ്പിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഫ്രണ്ട് ഇപ്പോഴും വർക്ക് ചെയ്യണം. അവർ അടുത്ത മാസം റിട്ടയർമെൻ്റ് ആണ്. ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ഞാൻ കൂടെ വിളിക്കുന്നതാണ്. ഭയങ്കര കപ്പാസിറ്റിയാണ്, മെൻ്റൽ കപ്പാസിറ്റി. ഞാൻ ഇടയ്ക്ക്, അതായത് തിരുവല്ലയ്ക്ക് അടുത്താണ്, ഞാൻ ഷിനു ഒക്കെ ഞങ്ങൾ നമ്മുടെ JCയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ട് വന്നപ്പോഴും ആ വീട്ടിൽ കയറി. ഷിനുവിനും അറിയാം, ഭയങ്കര കപ്പാസിറ്റിയാണ്. മെൻ്റലി ഭയങ്കര കപ്പാസിറ്റി. ഫാമിലിയെ ഫേസ് ചെയ്യുന്നത്, ആ ഫാമിലിയെ മൊത്തം കൊണ്ടുപോകുന്നത് അവരാണ്. നേരത്തെ ഗൾഫിലൊക്കെ ആയിരുന്നു. ഹസ്ബൻഡ് സ്ട്രോക്കൊക്കെ വന്ന് പ്രശ്നങ്ങളായി ഫാമിലിയെ മൊത്തം കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അവർക്കൊരു ക്യാൻസർ ഇതൊക്കെ വന്നു. ഞാൻ അപ്പോഴും പല പ്രാവശ്യം അവർ വിസിറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ വിളിക്കാറുണ്ട്. എന്തായിരുന്നാലും ഞാൻ പല ക്യാൻസർ പേഷ്യൻസിനെയും പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും
ഈ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഇവർ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. വളരെ നല്ലൊരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തിരുവല്ലയ്ക്ക് അടുത്ത്. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ കുറച്ചുകൂടി മെൻ്റലി പ്രിപ്പയർഡ് ആവുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ മാറ്റിയ മാഡത്തിൻ്റെ ക്ലാസ് വളരെയധികം എഫക്റ്റീവ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു റീ സാർ. ഈ സെഷൻ നടക്കുമ്പോൾ യാത്രയിലായിരുന്ന മുരളിയേട്ടന് ഫീഡ്ബാക്ക് പറയാനുണ്ട്. മുരളിയേട്ട പറഞ്ഞോളൂ. താങ്ക് യു സാർ. ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്, സൈറ്റ് പാർക്ക് ചെയ്തിട്ടാണ് പറയുന്നത്. മാഡം നല്ല സെഷൻ ആയിരുന്നു. ഈ സെഷന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നത്, മാഡം ആമുഖമായി പറഞ്ഞ ഞാൻ ഈ വിഷയത്തിൽ വലിയ എക്സ്പേർട്ട് ഒന്നുമല്ല, എനിക്ക് കേട്ട കുറച്ച് ക്ലാസ്സുകൾ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനത് പറഞ്ഞു. പക്ഷെ ഈ ക്ലാസ് കേട്ട ആർക്കും തന്നെ മാഡം ഒരു എക്സ്പേർട്ട് അല്ല തോന്നിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര എമ്പതറ്റിക് ആയിട്ടാണ്, അത്ര ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പം അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ എത്രത്തോളം പൂർണ്ണമായി മനസ്സിലേക്ക് ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളത് മാഡത്തിന്റെ പ്രസന്റേഷൻ തീർച്ചയായിട്ടും നമുക്ക് തരുന്ന ഒരു നല്ലൊരു ചിത്രമാണ്. അപ്പൊ ക്യാൻസറിന്റെ ഉണ്ടാവുന്ന മരണങ്ങൾ ഒരുപാട് പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്ന, എന്റെ അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ജൂനിയർ ആയിട്ട് വളരെ മിടുക്കനായ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവന് ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ച സമയത്ത് ഒരുപാട് വിഷമിച്ചു പോയിരുന്നു. കാരണം എന്റെ ക്വിസ് ടീമിൽ എന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു പയ്യനായിരുന്നു. ഭയങ്കര എൻ്റെ അനിയനെ പോലെ കൊണ്ടു നടന്നത്. അതുപോലെ തന്നെ ആയിരുന്നു, നമുക്കെല്ലാം അറിയാം, ഇവർ വിവാഹിതരായാൽ എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് പാടാൻ ഒരു പാട്ടിനുണ്ടൊരു പെണ്ണ് എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയ ഒരു പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവല്ലോ എല്ലാവരും. അത് പാടിയ സിനിമയിലേക്ക് വന്ന ഷൈനോജ് എന്ന് പറഞ്ഞ വളരെ അനുഗ്രഹീതനായ പ്രോമിസിങ് ആയ ഒരു സിംഗർ ആയിരുന്നു. ആ പയ്യനും ഇതുപോലെ ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. ഈ രണ്ട് മരണങ്ങളാണ് ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം നൽകിയിട്ട്. കാരണം ഇവർ രണ്ടുപേരായിട്ടും ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്തായാലും അതിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ടേക്ക് അവേ എന്ന് പറയുന്നത്, ഇതിന്റെ ട്രീറ്റ്മെന്റ് അല്ല, നമുക്ക് ഒരുപാട് ആശ്വാസ വാക്കുകൾ പറയുക എന്നുള്ളതല്ല, ഐ ആം ദർ ടു ലിസൺ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ടേക്ക് അവേ ആണ് എല്ലാവരും കിട്ടിയെന്ന് തോന്നുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ എ വെരി വെരി എൻറിച്ചിങ് സെഷൻ മാഡം. താങ്ക് യു മുരളിയേട്ട. ഡോക്ടർ ഇന്ദു കമൽ മാം പറഞ്ഞോളൂ. മനോട്ട, താങ്ക് യു. ഞാനും ഡ്രൈവിംഗ് ആണ്, ബട്ട് എന്നാലും ഈ ഒരു അവസരത്തിൽ ഫീഡ്ബാക്ക് പറഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാവും. കാരണം ടോപ്പിക് കേട്ടിട്ട് ആവേശത്തോടെ ഫസ്റ്റ് കയറി വന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് കയറിയ ഒരാളാണ് ഞാൻ. അപ്പോ ഈ ഒരു ഇതിനോടുള്ള താല്പര്യം എന്താന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഷീസ് പ്രിവെന്റീവ് ഓങ്കോളജിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളോടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാണ്, നിങ്ങൾ എല്ലാവരും പറ്റുവാണെങ്കിൽ ഈ ഒരു ബുക്ക് വായിക്കണം, ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി ഷീസ് ജസ്റ്റ് 35 years ഓൾഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ അവളുടെ ലൈഫിൽ അവള് പോയ ക്യാൻസർ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ മുഴുവൻ എഴുതിയൊരു ബുക്കാണ് ജീവന്റെ മണമുള്ള ജീവിതങ്ങൾ. ശരിക്കും ഒരുപാട്, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓർ തേർഡ് പതിപ്പ് വന്നു ഇപ്പൊ ഓൾറെഡി. അപ്പോ ഈ ഓൺകെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ അവർ, അപ്പൊ അവളുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആസ്പെക്ടിനോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള. പിന്നെ രാധാ മാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ, അംബിക മാമിന്റെ കാര്യം പറയാം, സോറി, രാധാമണി മാമിനെ അംബിക മാമിനെ എപ്പോ എനിക്ക് കാണുമ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് പേരുകളിലും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അംബിക മാമിന്റെ പറയുകയാണെങ്കിൽ മുരളിയേട്ടൻ പറഞ്ഞ സെയിം സാധനം എനിക്കും പറയാനില്ല. കാരണം ആദ്യം പറഞ്ഞു ഞാൻ ഇതിൽ ഒട്ടും എക്സ്പേർട്ട് അല്ല, പക്ഷെ ഷീ ഡിഡ് എ വെരി ഗുഡ് ഹോംവർക്ക് ബിഹൈൻഡ് ഇറ്റ്. പറയാണ്ടിരിക്കാൻ വയ്യ. സൂപ്പർ സെഷൻ മാം. കാരണം ഞാൻ ഒരു തരി പോലും അപ്പുറം ഇപ്പുറം ഫുൾ റെഡി ആവുന്ന കിച്ചണിലെ വർക്ക് നടക്കുന്ന, ഇപ്പൊ കോളേജിലേക്ക് പുറപ്പെട്ടു, പക്ഷെ ഒരു തരി പോലും അപ്പുറം ഇപ്പുറം എന്റെ ചെവി പോയിട്ടുണ്ടാവില്ല. ഫുൾ കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയിട്ടുണ്ട്. സച്ച് എ വെരി ഇൻഫോർമേറ്റീവ് സെഷൻ. നമ്മളെല്ലാവരും മാറേണ്ടതുണ്ട് എന്നുള്ളത് വളരെ. പിന്നെ അതുപോലെ നമ്മളെ രജിസാർ അതിന്റെ നടുക്ക് പറഞ്ഞ ഒരു കാര്യം, കാരണം നമ്മൾ മൈൻഡ് അങ്ങനെ ആക്കാൻ ശ്രമിക്കണം ശരിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. അടുത്തത് അമ്പലിദേവ് പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് അംബിക മാം. ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഏതെങ്കിലും, അതായത് ഏരിയയിലായിട്ടോ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു രോഗം തന്നെയാണ് ഓങ്കോളജിയുമായി റിലേറ്റ് ചെയ്യപ്പെട്ടത്. അതായത് നമുക്ക് ആദ്യം അത് അറിയുമ്പോൾ തന്നെ ഒരു പാനിക് ആവുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അവിടെ മുതൽ ലാസ്റ്റ് അവരുടെ സ്റ്റേജ് വരെയും എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആ പേഷ്യന്റിനേക്കാൾ കൂടുതലായിട്ട് ആ ഫാമിലി എങ്ങനെ എത്രത്തോളം
അതിനെ ഫേസ് ചെയ്യുന്നു, അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം ഈ സപ്പോർട്ട് എത്രത്തോളം അവർക്ക് ആവശ്യമുണ്ടെന്നുള്ള ഒരു കാര്യം എക്സലന്റ് ആയിരുന്നു മാം. അതായത് ഒരു ഇന്ദു മാം പറഞ്ഞ പോലെ ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ശ്രദ്ധ മാറാതെ ഒരു ട്രെയിനർ ഏറ്റവും അധികം സക്സസ് ആവുന്ന ഒരു ഏരിയയാണ് അതായത് പാർട്ടിസിപ്പൻസിന്റെ ശ്രദ്ധ മാറിപ്പോകാതിരിക്കുക. അത്രയും റെലവന്റും ആയിരുന്നു, അത്രയും എക്സ്പ്ലെയിൻഡും ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്പിളിദേവ്. ഇന്ദു മാം സംസാരിക്കുന്നതിന്റെ ഇടയിലാണോ കട്ടായത്? ഡ്രൈവ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അമ്പിളിദേവ് പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യും. രാധാകൃഷ്ണൻ സാർ ഫീഡ്ബാക്ക് പറയും. അംബിക മാം, ഗുഡ് മോർണിംഗ്. രാധാകൃഷ്ണനാണ്. മാഡത്തിന്റെ വിഷയം ഇവിടെ അവതരിപ്പിച്ചത് നമ്മുടെ എല്ലാം കേൾവിക്കാരുടെ മനസ്സിലേക്ക് തട്ടുന്ന തരത്തിലായിരുന്നു ആ ഒരു പ്രസന്റേഷൻ. ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഇപ്പം അംബിക മാമും അതുപോലെ തന്നെ അവരൊക്കെ പറഞ്ഞു. എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് ഞാനൊരു പാലിയേറ്റീവ് പിന്നെ വളണ്ടിയർ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പേഷ്യന്റിനെ സന്ദർശിച്ച ഒരു 3 വർഷം മുന്നെയാണ്. ഒരു യങ് ലേഡിയാണ്. അപ്പോൾ അവർക്ക് 2 കുട്ടികളുണ്ട്. ഒരു 6 വയസ്സും ഒരു 2 വയസ്സുള്ള 2 കുട്ടികളാണ്. അപ്പൊ അവര് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരു 4th സ്റ്റേജിലാണ് കേട്ടോ. അവരുടെ ശരീരത്തിൽ ഒരു തുണി പോലും അവരുടെ ശരീരത്തിൽ ഇടാൻ പറ്റാത്ത തരത്തിലാണ്, അത്രയും പെയിനാണ് അവർക്ക്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ അവർക്കൊക്കെ ഏതാണ് ഇതുപോലത്തെ സപ്പോർട്ട് ശരി കിട്ടുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ചു പോയി. കാരണം ശരിക്കും ആ ഒരു കുടുംബത്തിന്റെ ആ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അവരുടെ ചേച്ചിമാരൊക്കെ ഉണ്ട് ആ വീട്ടില്, അനിയത്തി ചേച്ചിമാരൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ അവരുടെ ആ കുടുംബത്തിനൊക്കെ എല്ലാവരും ഇങ്ങനെ കരയാണ്. എല്ലാവരും പക്ഷെ എല്ലാം മാറി നിന്ന കരയുന്നവർ റൂമിലേക്ക് അവരുടെ അടുത്തേക്കാരും പോകുന്നില്ല. എല്ലാവരും മാറി നിന്നുകൊണ്ട് കരയുന്നു. പലതരത്തിലുള്ള ഇമോഷൻസ്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഞങ്ങളോട് ചെല്ലുന്നു. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലും അത്തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മാഡം പറഞ്ഞ രീതിയിൽ സപ്പോർട്ടാണ് ശരിക്കും അവർക്ക് ആവശ്യം. ഫാമിലിക്കും അതുപോലെ തന്നെ ആ വ്യക്തിക്കും ഒക്കെ ആവശ്യം എന്ന് തോന്നുന്നു. എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു രാധാകൃഷ്ണേട്ട, താങ്ക് യു വെരി മച്ച്. ഫീഡ്ബാക്ക് ഒക്കെ ഇനി എല്ലാവരും ഒന്ന് സ്പീഡാക്കിക്കോ. സജന അലി മാം, പെരിന്തൽമണ്ണ. ഗുഡ് മോർണിംഗ് അംബിക മാം. ഇന്നത്തെ കാലത്ത് നല്ല ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മളെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ നമ്മളൊരു ക്യാൻസർ പേഷ്യന്റ് നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ മദറിലോന്റെ സിസ്റ്റർ ഇപ്പൊ ഈ ഒരു അവസ്ഥയിലാണ്, 4th സ്റ്റേജിലാണ്. ആൾക്ക് വായിലാണ്. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ ആള് കരയായിരിക്കും. എന്ത് പറഞ്ഞിട്ടാണ് അവരെ സമാധാനിപ്പിക്കേണ്ടത് നമുക്കറിയില്ല. അപ്പൊ അത് കാരണം ഞാനങ്ങോട്ട് വിളിക്കാൻ എനിക്ക് തന്നെ അറിയില്ല. ഞാൻ സ്റ്റെക്കായി പോകും എന്ത് പറയണം എന്നുള്ളത്. അപ്പൊ മാമിന്റെ ക്ലാസ്സിലൂടെ എനിക്കത് കിട്ടി. എങ്ങനെയാണ് അവരോട് സംസാരിക്കേണ്ടത് എന്നുള്ളത്, എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്നുള്ളത്. നല്ലൊരു ടോപ്പിക്. താങ്ക് യു മാം. താങ്ക് യു സജന. താങ്ക് യു സജന അലി മാം, താങ്ക് യു വെരി മച്ച്. അബൂബക്കർ സാർ പറഞ്ഞോളൂ. അബൂബക്കർ കാ. യെസ് സർ. ഗുഡ് മോർണിംഗ് എവരിബഡി. അംബിക മാം, ജീവിതത്തിലെ എല്ലാ മേഖലകളിലുള്ള എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും വളരെ ഇഫക്റ്റീവായ, വളരെ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു പോയ, എല്ലാവരും മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു പ്രത്യേക സെഷനാണ് മാഡം ചെയ്തത്. അതായത് നമ്മളിപ്പോ ക്യാൻസർ രോഗം എല്ലാവരും ഭയപ്പാടോടുകൂടി വീക്ഷിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ അത് ഉള്ള ജനങ്ങളെ, അത് രോഗികളെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് പിടിക്കണം. അവരെ പ്രയാസങ്ങൾ പങ്കിടുക, അവരെ ബുദ്ധിമുട്ടുകൾ പങ്കിട്ടെടുക്കുക, ചേർത്ത് പിടിക്കുക, കൂടെയുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാക്കുക. അതാണ് ഒന്നാമത് ചെയ്യേണ്ടത് എന്നുള്ളൊരു സന്ദേശം ഇത് തരികയുണ്ടായി. നമ്മൾ പലരും അറിയാം, അടുത്ത വീട്ടിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ വേറൊരാൾ രോഗിയായിട്ട് ബെഡിൽ കിടക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞാലും നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വിവരം അന്വേഷിക്കുന്നില്ലാതെ നമ്മൾ അടുത്ത് പോയിരുന്ന് ജസ്റ്റ് ആ കൈകളിൽ നിന്ന് സ്പർശിച്ച് എന്തൊക്കെയുണ്ട് ശേഷങ്ങൾ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവർക്ക് പറയാനുള്ളത് കേൾക്കുമ്പോൾ, ലിസണിങ് ഏറ്റവും വലിയ ഒരു ഇഫക്റ്റീവായ ഒരു സമാധാനവും സന്തോഷം കിട്ടുന്ന ഒരു രോഗികൾക്ക്. അതുപോലെ തന്നെ ഒരു ആത്മവിശ്വാസം അവരിലുണ്ടാവും. പിന്നെ നമ്മൾ എപ്പോഴും ഈ ഇങ്ങനത്തെ രോഗികൾക്ക് മാഡം പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, അവരുടെ ജീവിതത്തിലേക്ക് ദിവസങ്ങൾ കൂട്ടുകയല്ല വേണ്ടത്, അവരുടെ ദിവസങ്ങളിൽ ജീവിതം കൂട്ടുകയാണ് വേണ്ടത്. ജീവിതം കൊടുക്കുക, അതാണ്. അപ്പൊ അതായത് എല്ലാ മനുഷ്യനും ഒരു അന്തസ്സുള്ള ജീവിതം നയിക്കുന്നത് പോലെ തന്നെ അന്തസ്സുള്ള മരണം അവർക്ക് അവകാശമുണ്ട്. എന്തായാലും വളരെ നല്ലൊരു സെഷനായി. താങ്ക് യു മാം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് മാം. ഇതിന്റെ പിന്നിൽ വളരെയധികം ഒരു ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു മാം. ഞാനൊരു പ്രവർത്തകനാണ്, 10-15 വർഷമായി ഒരുപാട് രോഗികളെ അറ്റൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് കൂടുതൽ പറയാനുണ്ട്, എന്തായാലും സമയമില്ല. ഓക്കെ, താങ്ക് യു മാം.
ഞാൻ താങ്ക് യു ഞാൻ മാസ്റ്റർ, പറയട്ടെ. താങ്ക് യു വെരി മച്ച്. നൗ അബ്ദുൾ റസാഖ്. ആരാണ്? ഞാനൊന്ന് നഷീദ്. ഓക്കെ, റൗസാർ, നഷീദ മേഡം എന്ന് പറഞ്ഞോളൂ. അപ്പം വളരെ വളരെ എന്താ നല്ലൊരു സെഷനാണ്. ഞാൻ 60 വർഷം മുമ്പ് എന്നോടൊപ്പം പഠിച്ച ഒരു കുഞ്ഞ്, എനിക്ക് ആ കുട്ടിയുടെ മുഖം ഇന്ന് വരെ ഞാൻ മറന്നിട്ടില്ല. ഈ രോഗം പറയുമ്പോൾ ഞാൻ ആ കുട്ടിയാണ് ഓർക്കുന്നത്. എൻ്റെ കൂടെ പ്രീ ഡിഗ്രിക്ക് വിമൻസ് കോളേജ്, തിരുവനന്തപുരം വിമൻസ് കോളേജിൽ പഠിച്ചതാണ്. ആ കുട്ടി അങ്ങനെയാണ് മരിച്ചത്. അപ്പൊ എനിക്ക് അന്ന് എനിക്ക് നമുക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് അതിനുശേഷം കുറെ കാലം എനിക്കറിയില്ല. പിന്നെ എൻ്റെ പിന്നെ ക്യാൻസർ എന്നറിയാം, അതിന്റെ ഭീകരതയൊന്നും നമുക്കറിയില്ല. പക്ഷെ അവരോടൊക്കെ എങ്ങനെ പെരുമാറണമെന്നോ അല്ലെങ്കിൽ ആ കുഞ്ഞിനോടൊക്കെ നല്ല നല്ല രീതിയൊക്കെ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടി സംസാരിച്ച് ഭയങ്കര സുന്ദരിയായ ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കൊച്ചുകുട്ടി എന്ന് പറയുന്നത്, അന്ന് എൻ്റെ പ്രായമായിരിക്കും ആ കുട്ടി. പക്ഷെ അതെനിക്ക് ഇന്ന് ഒരു വേദനയോടെ ഓരോരുത്തർ, എൻ്റെ ബ്രദർ എങ്ങനെയാണ് മരിച്ചത്, അതിനെ കൂടെ കൊണ്ടു നടന്നു, ഓരോ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ കൊണ്ടു നടന്നതും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് നല്ലൊരു സെഷനാണ് ഇത്. എല്ലാവരോടും എങ്ങനെ പെരുമാറണം എന്നുള്ളത് മാത്രമാണ്, എന്നോട് ചേർത്ത് നിർത്തണം എന്നുള്ളൊരു നല്ലൊരു ഉപദേശം തന്നെയാണ് മാം തന്നത്. വളരെ നല്ല സെഷൻ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു സാറേ നഷീദ ഇടപെട്ടോട്ടെ. നഷീദ മാം എപ്പോഴും ഒരു പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് അംബിക മാം. എനിക്ക് തുടക്കത്തിലേ കയറാൻ പറ്റില്ല. ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു. 7 മണിക്ക് ഇറങ്ങാന്ന് വിചാരിച്ച് കയറിയതാ. പക്ഷെ ആ മീറ്റിങ്ങിന് ഇറങ്ങാൻ പറ്റിയില്ല. വന്നപ്പോഴത്തേക്ക് ഇത്തിരി താമസിച്ചു പോയി. അതുകൊണ്ട് എനിക്ക് നഷ്ടബോധം തോന്നുന്നുണ്ട്. എന്റെ ബ്രദറിലോക്ക് ഇപ്പൊ ഓൾറെഡി പാൻക്രിയാസിൽ ക്യാൻസർ ആണ്. ഇപ്പം 12 കീമോ പറഞ്ഞു. അതില് 11 എണ്ണം കഴിഞ്ഞു. പക്ഷെ ഒരു 4 എന്റെ മനസ്സിൽ എന്റെ വേറൊരു ആങ്ങളയ്ക്ക് ഇങ്ങനെ വന്നിട്ട് കീമോയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഛർദി, ഒരാൾക്കാരെ കാണാൻ ഇഷ്ടമില്ല, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ എനിക്കും എന്റെ ഉള്ളിൽ ഇങ്ങനെ ആയിരിക്കുമല്ലോ, വിഷമായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നേ. പക്ഷെ ഒരു സന്തോഷം, 4ാമത്തെ കീമോ കഴിഞ്ഞപ്പോ തൊട്ട് പുള്ളി തന്നെയാണ് കാർ ഓടിച്ചു, വൈഫും പുള്ളിയും കൂടെ തന്നെ കാർ ഓടിച്ചു പോയി ഇപ്പൊ തിരിച്ചു വരുന്നതും. അത് മെഡിക്കൽ കോളേജിലേക്ക് 10-40 കിലോമീറ്റർ നമ്മുടെ വീട്ടിൽ നിന്നുണ്ട്. അപ്പൊ അതൊത്തിരി സന്തോഷമുണ്ട്. പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് മാഡം, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയ എന്റെ ഒരു അറിവിൽ ഞാൻ പറയുകയാണെ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ആദ്യം ട്രീറ്റ്മെന്റിന് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോയെ. അപ്പം വലിയ ഹോസ്പിറ്റലുകളാവുമ്പോ അവർ ആ ഒരു മെന്റാലിറ്റിയോടെ, ബിസിനസ് മെന്റാലിറ്റി പോലെ വരുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവര് പറഞ്ഞ ഭീകരതയിൽ പുള്ളി പറ്റ ഡൗൺ ആയിപ്പോയായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിലെ നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്തുനിന്ന് കൗൺസിലിങ്ങും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പുള്ളി മനസ്സുകൊണ്ട് ആകെ ഒരു കറേജിലേക്ക് എത്തിയത്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഞാനും ഇത് പറയാൻ പോകുന്നത്, നമുക്കൊരു ട്രീറ്റ്മെന്റിന് നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും സമീപിക്കുന്ന നല്ലത്, ചിലപ്പോൾ ഡേറ്റ് കിട്ടാൻ താമസമൊക്കെ ഉണ്ടാവും, എങ്കിൽ കൂടിയിട്ടും മനസ്സുകൊണ്ടും ധൈര്യം കിട്ടാനും ഒക്കെ നല്ലത് മെഡിക്കൽ കോളേജിൽ പോകുന്നതായിരിക്കും എന്ന് എന്റെ ഒരു ചെറിയൊരു അഭിപ്രായമാണ്. ഓക്കെ മാഡം, മാഡത്തിന്റെ ക്ലാസ് ആദ്യം തൊട്ട് കേൾക്കാൻ പറ്റാത്തതിൽ ഒരു സങ്കടമുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ആമിനി മാം. റൌസ് സാർ പറഞ്ഞോളൂ ഇനി. ഗുഡ് മോർണിംഗ് അംബിക മാം. നല്ലൊരു ടോപ്പിക് ആയിരുന്നു ആസ് യൂഷ്വൽ. എനിക്ക് തോന്നുന്നു മുമ്പൊക്കെ നമ്മൾ ആദ്യമൊക്കെ പത്രത്തിൽ വായിച്ചുള്ള അറിവായിരുന്നില്ല, എവിടെയോ ക്യാൻസർ വന്നു, പിന്നെ നമ്മൾ അയൽവക്കത്തായി, ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇത്. ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മലപ്പുറത്ത്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ RCCയിൽ വരും. അപ്പൊ അവരെയൊക്കെ സഹായിക്കാനായിട്ട് പോകാറുണ്ട്. അന്നൊക്കെ എനിക്ക് പേഷ്യൻസിന്റെ അടുത്ത് സംസാരിക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ മറ്റസുഖങ്ങളെ പോലെയല്ല, ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ട് അവർക്ക് ചേഞ്ച് വരിക. ഫസ്റ്റ് വരുന്ന ആളായിരിക്കില്ല, ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അവരുടെ രൂപവും എല്ലാം അങ്ങ് മാറിയിട്ടുണ്ടാവും. ശരീരമൊക്കെ മെലിഞ്ഞ് മുഖമൊക്കെ മാറി പെട്ടെന്ന് പ്രായമൊക്കെ ആയ പോലെ. അപ്പൊ ഞാൻ കൂടുതൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ അടുത്താണ് സംസാരിക്കുക. ഇവരെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന അറിയില്ലല്ലോ. അതിലൊരുപാട് പേര് ഈ പറഞ്ഞ പോലെ 5-6 മാസത്തിനുള്ളിലും ഒരു വർഷത്തിനുള്ളിലൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുണ്ട്. അപ്പം എന്തായാലും നമുക്കാണെങ്കിലും നമുക്ക് ചുറ്റുള്ളവർക്കും കൂടെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു അസുഖം വന്നാൽ എങ്ങനെ അതിനെ മെന്റലി മാനേജ് ചെയ്യണം എന്നുള്ളൊരു ഇത് നമ്മുടെ മാമിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. പിന്നെ നേരത്തെ മുരളി സാറാണെന്ന് പറഞ്ഞ് തോന്നുന്നു, അംബിക മാം എക്സ്പേർട്ട് ആണെന്നുള്ള. മാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏത് ക്ലാസ് ആണെങ്കിലും മാം നോട്ട് എഴുതി വെക്കും, സംശയങ്ങളെല്ലാം ചോദിക്കും. എനിക്കും അനുഭവമുണ്ട്, ക്ലാസ് എടുത്തതിന് ശേഷം പേഴ്സണലായിട്ട് സംശയങ്ങളൊക്കെ തീർത്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് നമുക്ക് മാമിന്റെ സെഷനിൽ കാണാനും പറ്റുന്നുണ്ട്. വളരെ നന്നായിരുന്നു മാം. താങ്ക് യു. തീർച്ചയായിട്ടും റൌസ് സാർ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ട്രെയിനർ നമുക്ക് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. നൗ ഹേമ രഞ്ജിനി മാം ഫ്രം തിരുവനന്തപുരം. താങ്ക് യു മനോജ് സാർ. ഓക്കെ, എനിക്ക് അതിനി എന്നെ പരിചയപ്പെടുത്തണ്ട. ഓക്കെ, താങ്ക് യു സോ മച്ച് അംബിക മാം. നമ്മുടെയൊക്കെ മനസ്സിലൊരു നോവ് ഇന്ന് രാവിലെ എവിടെയൊക്കെ ഫീൽ ചെയ്തു അല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെർട്ടായ നല്ലൊരു മനുഷ്യ സ്നേഹിയായ ഒരു ഡോക്ടറുടെ ഫീലാണ് എനിക്ക് കിട്ടിയത്.
താങ്ക് യു സോ മച്ച്. ക്യാൻസറിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അല്ലെ ആധികാരികമായിട്ടും ഇങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് ആഴത്തിൽ പഠിച്ചിട്ടെന്ന് തന്നെ പറയാം. മാം ഇവിടെ തന്ന ഇന്ന് രാവിലെ നമുക്ക് എല്ലാവർക്കും കോഫി ടോക്കിൽ തന്നത് വലിയൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു സോ മച്ച് അംബിക മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു ഹേമ, താങ്ക് യു. എല്ലാവരും താങ്ക് ഫീഡ്ബാക്ക് യു. നന്ദി. ഫീഡ്ബാക്ക് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ക്വിസ് മത്സരത്തിലേക്ക് പോകാം. അംബിക മാം ആ പ്രായം ഒന്നും പറയണ്ടായിരുന്നില്ല. പുതിയ ശരിയാണ്. പക്ഷെ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ അത് കുട്ടികളെ മോട്ടിവേറ്റ് അത് സാർ ഒരു മാം തെറ്റി ഫീഡ്ബാക്കും കൂടി പറഞ്ഞാണ്. സാർ ആരാണ് ഒരു ഫീഡ്ബാക്കും കൂടി സാർ. ആരാ റീന റീന മാം പറഞ്ഞോളൂ. ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ് അംബിക മാം. നല്ലൊരു സെഷൻ ആയിരുന്നു മാം. ഇന്ന് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു മാം നമുക്ക് വേണ്ടി തന്നത്. അതുപോലെ തന്നെ ഈ നമുക്ക് മാമിന്റെ പ്രസന്റേഷൻ കേട്ടപ്പം വിചാരിച്ച് മാം ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ എന്ന് കരുതി പോകുന്ന രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു മാം ചെയ്തത്. അതുപോലെ തന്നെ മാം ഇത് ക്യാൻസറിന്റെ ഇതിനെ കുറിച്ച് എല്ലാവരും ഫീഡ്ബാക്ക് പറഞ്ഞ്. അപ്പൊ മാം ഒന്ന് പോയിന്റ് ചെയ്തിരുന്നത് ഫിസിക്കലായാലും എക്സർസൈസിനെ കുറിച്ച് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിരുന്നു. അപ്പൊ അത് ഒരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എക്സസൈസ് ഫിസിക്കലായാലും യോഗയിൽ കൂടി മെന്റൽ എക്സസൈസ് ആയാലും നമുക്കൊക്കെ ഒരു പരിധി വരെ ബോഡി പെയിൻ അങ്ങനെയുള്ളതൊക്കെ നിലനിർത്താൻ പറ്റും. കൺഗ്രാജുലേഷൻ മാം. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു മാം. താങ്ക് യു റീന മാം. നമ്മളൊരു സെഷൻ ആ സെഷൻ ലീഡ് ചെയ്യുന്നത് ആരാണെന്ന് അറിഞ്ഞ ചിലർ പറയും ഞാൻ വെൽക്കം സ്പീച്ച് പറയാം, ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കാറുണ്ട്. അത് ഓരോ ചെയർമാനും അങ്ങനെ മെസ്സേജ് കിട്ടാറുണ്ട്. ഇന്ന് 3 പേരാണ് ഞാൻ വോട്ട് ഓഫ് താങ്ക്സ് പറയാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തത് നജില മാം ആണ്. അപ്പോൾ നജില മാം റെഡി ആയിക്കോ. നജില മാം വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ റെഡി ആവുക. പിന്നെ ക്വിസ് മത്സരം എല്ലാവർക്കും അറിയാം. ഒരു ചോദ്യം ചോദിക്കും, ചാറ്റ് ബോക്സിലൂടെ ചോദിക്കും, അല്ലെങ്കിൽ വെർബലായിട്ട് ചോദിക്കും. അതിന് ഉത്തരം ചാറ്റ് ബോക്സിലൂടെ മാത്രം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇന്ന് ചോദിക്കാൻ പോകുന്നത്. ഇന്നലത്തെ വിന്നർ, കഴിഞ്ഞ ദിവസത്തെ വിന്നർ ശ്രീജിന ടീച്ചർ ഇതിലുണ്ടോ? ജസ്റ്റ് ചോദിച്ചു എന്നുള്ളോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോ ചോദ്യം വളരെ സിമ്പിളാണ്, കേൾക്കുക. ഞാൻ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം 1400 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കേരളത്തിലെ ഒരു ജില്ല. ഏകദേശം 1400 സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കേരളത്തിലെ ഒരു ജില്ല. യു ക്യാൻ സ്റ്റാർട്ട് നൗ ആൻസറിങ്. ആലപ്പുഴ, കോട്ടയം. റീന മാം അലീഷ തെറ്റിയിട്ടാണ്. ഇടുക്കി. ഒന്നുകൂടെ നോക്കട്ടെ, ഒരു മിനിറ്റ്. അപ്പോ ഓക്കെ. സോ റൈറ്റ് ആൻസർ വന്നു കഴിഞ്ഞു. ഏറ്റവും ആദ്യത്തെ ആൻസർ തന്നെ റൈറ്റ് ആൻസർ ആണ്. ഏറ്റവും ചെറിയ ജില്ല, അതായത് കേരളത്തിലെ വിസ്തീർണം കൊണ്ട് ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. 1415 അടുത്താണ് സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, കൺഗ്രാജുലേഷൻ ശ്രീജന ടീച്ചർ. വീണ്ടും ശ്രീജന ടീച്ചർ വിന്നറായി. കഴിഞ്ഞ മാസം ആണുങ്ങളുടെ ഒരു ആധിപത്യം തന്നെ ആയിരുന്നു. അത് തകർക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. റൌഫ് സാർ മുരളിയേട്ടനൊക്കെ ഒന്ന് ഉഷാറായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിന് നജില മാഡത്തെ ക്ഷണിക്കാം. നജില മാം പ്ലീസ്. പിന്നാലെ ഞാനുണ്ട്. സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ, സെക്കൻഡുകളുടെ 100 അംശത്തില് PT ഉഷയ്ക്ക് പോയ പോലെ മുരളിയേട്ടനും ആ ടൈപ്പിങ്ങിന്റെ ആ സ്പീഡ് ആ ടീച്ചറുടെ ഒപ്പം എത്തുന്നില്ല എന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, അടുത്തതിൽ നമുക്ക് പരിഗണിക്കാം. നജില മാം വോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു മനേട്ടാ. ഓക്കെ. ഇന്നത്തെ 7 AM കോഫി ടോക്കിലെ ഡേ 972 സെഷനാണ് ഇപ്പൊ ഇവിടെ നടന്നത്. ഇന്നത്തെ നമ്മുടെ ചെയർമാൻ മനോജേട്ടനെ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും എടുത്തു പറയേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയാം. ഞാൻ ഏതായാലും കൂടുതൽ മനോജേട്ടനെ ഇവിടെ പറയുന്നില്ല. ഇന്നത്തെ സെഷൻ ഇവിടെ ചെയർമാനായ മനോജേട്ടന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. അതുപോലെ ഇല്ല, അത് മാം പറഞ്ഞോളൂ. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, അതൊന്നും പ്രശ്നമില്ല. അവരെ മുട്ടിയും പറഞ്ഞോളൂ. ഇന്നത്തെ നമ്മുടെ ട്രെയിനർ അംബിക മാം, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൈക്കോ ഓങ്കോളജി. ഞാനും ഒരു ഇച്ചിരി ലേറ്റായി പോയി. ഇന്നത്തെ വെൽക്കം ആരാണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടിട്ടില്ല. ആരാ മനോട്ടെ ഇന്നത്തെ വെൽക്കം?
ഇന്ന് വെൽക്കം പറഞ്ഞ ആരാ? ഷിനു സാർ ഷിനു സാർ. ആറ്റിങ്ങൽ സാർ. ആ, ഇന്നത്തെ അംബിയ മാമിന്റെ സെഷൻ എക്സലന്റ് സെഷനാണ് മാം. കാരണം ഇപ്പൊ ഈ എന്താണ് ക്യാൻസർ, ഇതൊരു പനി പോലെയാണ് ഇപ്പൊ ഇത് എല്ലാവരിലും ഉള്ളത്. പണ്ടിത് വളരെ റെയർ ആയിരുന്നു, പക്ഷെ ഇന്നിത് പലർക്കും ഇതുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്കിത് കാണാൻ പറ്റും. നമ്മൾ പലരുടെ കാര്യം കേൾക്കുമ്പോഴും നമുക്കത് കഥകളായിട്ടാണ് തോന്നിക്കുന്നത്. പക്ഷെ അത് നമ്മളിലോ നമ്മുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒക്കെ ഇത് വരുമ്പോഴാണ് അതിന്റെ തീവ്രത എത്രത്തോളം എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളെ കൊണ്ടാകാവുന്ന ഹെൽപ്പുകൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർ കുറച്ചു നാളോടെ അവർ നമ്മളോടൊപ്പം ചെലവഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഹെൽപ്പ് അത് ഏത് രീതിയിലും ആകാം ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എന്റെ ഫാമിലിയിൽ 3-4 പേർക്ക് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, യൂട്രസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ നമ്മൾ ഈ എന്താണ് ഒരു സർജറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവരെ ചെന്ന് കാണാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എന്താണ് അവർക്ക് വേണ്ട സഹായങ്ങൾ എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യാം. പക്ഷെ നമുക്ക് ഒരു വീഡിയോ കോളോ വോയിസ് കോളോ ഒക്കെ ചെയ്ത് അവർക്ക് വേണ്ട എന്താണോ അവർക്ക് ആ സമയത്ത് അവർക്ക് നമുക്ക് കൊടുക്കാം. കാരണം എന്നെ കൊണ്ടത് സാധിക്കാറുണ്ട്. ഞാനത് വേണ്ട ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഫോൺ കോളിലൂടെയൊക്കെ നമ്മൾ വേണ്ട ഹെൽപ്പ് ചെയ്യും. കാരണം അവർക്ക് ആ സമയത്ത് ആരെയും കാണാതെയും ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളുടെ സംസാരം കൊണ്ട് അവർ ചിരിക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ എത്താം. അത് നമുക്ക് സാധിക്കും. എന്നാൽ ഇന്നത്തെ സെക്ഷൻ പലർക്കും നല്ലൊരു അവയർനെസ് ആയിരുന്നത്. വളരെ നല്ല സെഷനായിരുന്നു. അംബികാമ്മന് താങ്ക്സ് അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ കോർഡിനേറ്ററായ ഹിഷാം സാർ, രേഖാമാം, നമ്മുടെ മുജീബ് സാർ, ശ്രീജി സാർ, ഇവർക്കും താങ്ക്സ് അറിയിക്കുന്നു. യെല്ലോ പ്രസിഡൻസ് ആയ ജിനിമ, നമ്മുടെ നിതിൻ നാരായൺ സാർ, അവർക്കും താങ്ക്സ് അറിയിക്കുന്നു. നമ്മുടെ ഇതിനകത്തെ ഓഡിയൻസ് ആണല്ലോ. ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ ദിവസവും ഈ സെഷൻ പൂർണ്ണത എത്തിക്കത്തുള്ളൂ. സീനിയേഴ്സും ജൂനിയേഴ്സും ആയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും ഞാൻ താങ്ക്സ് അറിയിക്കുന്നു. നമ്മുടെ നടത്തുന്ന നമ്മുടെ മനോജേട്ടന് എല്ലാ ദിവസവും ഇപ്പോഴും തയ്യാറായിട്ടിരിക്കുവാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉസ്മാൻജി, മലേഷ്യയിലെ ഉസ്മാൻജി ഈ പോസ്റ്ററുകളെല്ലാം നല്ല രീതിയിൽ തയ്യാറാക്കുന്ന ഉസ്മാൻജിക്ക് ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. ഇന്നത്തെ ക്യൂസ് വിന്നർ അവർക്ക് ഞാൻ ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം അംബിയാമിന്റെ സെഷന് ഒരു ഓട്ടോ താങ്ക്സ് അറിയിക്കണമെന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ആ പോസ്റ്റർ ഒന്ന് നോക്കുമായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ താങ്ക്സ് അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു നജില മാം, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ സെഷൻ 8:24 നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായി. പിന്നെ കോഫി ടോക്കിന്റെ ഗെറ്റ് ടുഗദറിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറായി എന്ന് തന്നെ കരുതുന്നു. പിന്നെ ടിക്കറ്റ് എടുക്കേണ്ടവരൊക്കെ ടിക്കറ്റ് എടുക്കുക. 12-13 ആണ് നമ്മളുടെ ഡേറ്റ്. സെപ്റ്റംബർ 12-13 ഉച്ച മുതൽ ആഘോഷങ്ങൾ തുടങ്ങും. പിന്നെ അത് അവസാനിക്കുന്നത് 13-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. അപ്പൊ എല്ലാവരും തയ്യാറായിരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇന്നും നാളെയായിട്ട് നിങ്ങളുടെ പേജുകളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളിലേക്കൊക്കെ എത്തിക്കും. അപ്പോൾ മനോഹരമായ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ശരീരത്തെ ചികിത്സിക്കാൻ മരുന്നുകളുണ്ട്, എന്നാൽ മനസ്സിന് ശക്തി പകരേണ്ടത് നമ്മൾ തന്നെയാണ്. ഭയവും ആശങ്കയും മാറ്റി നിർത്തി എനിക്കിതിനെ മറികടക്കാൻ സാധിക്കുമെന്ന ഒരു പോസിറ്റീവ് ചിന്ത നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് കോഫി ടോക്ക് 7 AM ട്രെയിനിങ് പ്രോഗ്രാം ഹോസ്റ്റഡ് ബൈ JC നിലമ്പൂർ, ഗോൾഡൻ വാലി, ഡഫോഡിൽസ് ആൻഡ് വളാഞ്ചേരി റോയൽസ് ഹെയർ അഡ്ജന്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അംബിക ടീച്ചറെ, താങ്ക് യു വെരി മച്ച്.